കംപ്ലീറ്റിംഗ് ദ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ചാപ്റ്ററിൽ സെക്കൻഡ് യൂണിറ്റിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് യൂണിറ്റ് എന്തായിരുന്നു? ഫസ്റ്റ് യൂണിറ്റ് വാസ് അബൌട്ട് ഇംഗ്ലീഷ് ഗ്രാമർ, അഥവാ അതിന്റെ ഇംഗ്ലീഷിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയാണ്. സോ ഗ്രാമർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഒരു സ്ട്രക്ചർ ആണ്. നമ്മൾ ഈ പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പ്രോപ്പർ ആയിട്ടൊരു സ്ട്രക്ചർ ആയിരുന്നു ഗ്രാമർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്യാം, how to use all these punctuations in the right manner. These are all the things that we learned from the first chapter. Along by grammatical ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടെൻസസും ഓരോ ടെൻസ് ഫോംസും നമ്മൾ പരിശോധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ആക്റ്റീവ് ടു പാസീവ് വോയിസിന്റെ ബേസിക് കൺവേർഷന്റെ ബേസിക് പ്രിൻസിപ്പിളും റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ബേസിക് പ്രിൻസിപ്പിളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് സ്ട്രക്ചറായി, നമുക്കൊരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സ്ട്രക്ചർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഹൗ ടു എൻറിച്ച് യുവർ വൊക്കാബുലറി, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി എൻറിച്ച് ആവണം. അഥവാ അതിൽ കുറച്ചുകൂടി നമ്മൾ എന്താ എൻറിച്ച് ചെയ്യാന്ന് പറയുന്നത് എന്താ, നമ്മൾ ബേസിക്കലി അതിനെ കൊണ്ട് നിറയ്ക്കുക, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കുക. അതുപോലെ തന്നെയാണ് എൻറിച്ചിങ് വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വൊക്കാബ്സ് എല്ലാം എൻറിച്ച്ഡ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വളരെയധികം ഒരു നോർമൽ വേ ഓഫ് യൂസേജിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്രത്തോളം നമുക്ക് അതിനെ നന്നാക്കാം അല്ലെങ്കിൽ പോളിഷ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് enriching your vocabulary, right? Enriching your vocabulary. So how to enrich your vocabulary എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യമാണ് പോകുന്നത്, റൈറ്റ്? സോ അതിൽ പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ദാറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ലിസ്റ്റഡ് ഇൻ ദിസ് ടെക്സ്റ്റ് ബുക്ക്. സോ നമുക്ക് അതിൻ്റെ അകത്ത് നോക്കാം. വാട്ട് ആർ ഫസ്റ്റ് ഫാക്ടർ? ദാറ്റ് ഈസ് ചോയ്സ് ഓഫ് വേർഡ്സ്. സോ നമ്മൾ നോക്കുന്ന സമയത്ത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതൊക്കെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് കുറേ വേർഡ്സ് അറിയാം. അപ്പം എല്ലാ വേർഡ്സും നമ്മൾ ഒരേ സാഹചര്യത്തിൽ യൂസ് ചെയ്യും. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറാം. പിന്നെ എന്തൊക്കെ ഉണ്ടാവും, പല കാര്യങ്ങളിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ്. സോ സപ്പോസ് ഞാൻ സംസാരിക്കുന്നത്, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ എടുക്കാം, ഒരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങളൊരു കമ്പനി സെക്രട്ടറി ആയിട്ട് ക്വാളിഫൈ ചെയ്തു. സോ കമ്പനി സെക്രട്ടറി ആയിട്ട് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ്, ബേസിക്കലി യു ആർ എ കൺസൾട്ടന്റ് അല്ലെ? ആർക്കും വന്ന്, അതായത് ബിസിനസ് സംബന്ധമായിട്ടോ ഈ കമ്പനി രൂപീകരിക്കുന്നതായിട്ടുള്ള സംശയങ്ങളോ ചോദിക്കാനുള്ള ഒരു കൺസൾട്ടന്റ് ആണ് നിങ്ങൾ. ആ ഒരു സംശയം നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് നിങ്ങൾ കൺസൾട്ടന്റ് ഫീസും വാങ്ങിക്കുന്ന രീതിയിലേക്കാണ് അതിൻ്റെ ഒരു ഒരു വർക്ക് നേച്ചർ എന്ന് പറയുന്നത്. അതായത് സ്വന്തമായിട്ട് കൺസൾട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് തിരഞ്ഞെടുക്കാം, ടീച്ചിങ് തിരഞ്ഞെടുക്കാം, പല ഓപ്ഷൻസ് വേറെ ഉണ്ട്. പക്ഷെ ആസ് ബീങ് എ കൺസൾട്ടന്റ് ആണ് ഞാനിപ്പം ഇവിടെ ഉദാഹരണമായിട്ട് എടുക്കുന്നത്. സോ വൈൽ ടേക്കിംഗ് ദാറ്റ് ആസ് എൻ എക്സാമ്പിൾ, ബീങ് എ കൺസൾട്ടന്റ്, നിങ്ങളുടെ അടുത്തേക്ക് പല ടൈപ്പ് ഓഫ് ക്ലയൻസ് വരും ഇല്ലേ? സോ സം ക്ലയൻസ് മേ ബി പല ബിസിനസ്സുകാർ, ക്ലയൻസ് എന്ന് പറഞ്ഞാൽ കൂടുതലും കമ്പനി സെക്രട്ടറീസിന്റെ അടുത്തേക്ക് വരും ബിസിനസ് സെറ്റപ്പ് ചെയ്യാനും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലായിട്ടും ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരിക. സോ ആസ് ബീങ് എ ക്ലയന്റ്, അവർ തന്നെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുണ്ടാവും, റൈറ്റ്? പല ബാക്ക്ഗ്രൗണ്ട് ഓഫ് ബിസിനസ്സിൽ നിന്ന് വരുന്നവരുണ്ടാവും. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് ആലോചിക്കാം, നമ്മുടെ നാട്ടിൽ പല ഇൻഡസ്ട്രീസ് ഉണ്ട്. പല ഇൻഡസ്ട്രീസിൽ ബിസിനസ്സിൽ നിന്ന് വരുന്ന ആളുകളെ നമ്മൾ ഒരേപോലെയാണോ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അയാളോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരേപോലെയാണോ സംസാരിക്കുക? ഒരിക്കലും അല്ല. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഫാക്ടേഴ്സിൽ തന്നെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. സോ ദ വേർഡ്സ് യു ചൂസ് to communicate with someone depends on the following factors. കുറച്ച് ഫാക്ടേഴ്സ് നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം, റൈറ്റ്? ദ റേഞ്ച് ഓഫ് യുവർ വൊക്കാബുലറി. ആദ്യത്തെ കാര്യം, നിങ്ങൾക്ക് വൊക്കാബുലറി, നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ വൊക്കാബ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വൊക്കാബുലറി സ്ട്രെങ്ത് എത്രത്തോളമാണ്, അപ്പൊ അതിനനുസരിച്ചല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഫിറോസൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വില്ലേജ് അല്ലെ, പുള്ളിയുടെ വില്ലേജ് കുക്കിംഗ് ചാനലിലെ ഫിറോസൊക്കെ പറഞ്ഞിട്ടുണ്ട്, പവർ ഉള്ള വണ്ടിക്ക് പവർ ഉണ്ടാവും, പവർ ഇല്ലാത്ത വണ്ടിക്ക് കുറച്ച് പവർ കുറവായിരിക്കും അല്ലേ? അതേപോലെ തന്നെ വൊക്കാബുലറി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ചോളം, വൊക്കാബുലറി റിച്ച് ആയിരിക്കുന്ന ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അതെങ്ങനെ എൻറിച്ച് ചെയ്യാം? സോ ഈ പറഞ്ഞ കോമ്പാരിസണിൽ നിന്ന് നമുക്ക് എങ്ങനെ ചെറിയ നുറുങ്ങ വിദ്യകളിലൂടെ നമ്മുടെ ഒരു ക്ലയന്റിനെ ഇംപ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയും ചില ഷോർട്ട് കട്ട്സ് ഇതിലുണ്ട്. സോ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വരും ഘട്ടങ്ങളിൽ നമുക്ക് പഠിക്കാം, റൈറ്റ്?
അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞ സെയിം ഫിറോസിക്ക എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ ഉള്ളത്. എന്താണ്? അൺലെസ് യു നോ എ വേർഡ് യു വുഡ് നോട്ട് ബി ഏബിൾ ടു യൂസ് ഇറ്റ്. അല്ലേ? നിങ്ങൾക്ക് ഒരു വേർഡ് അറിയെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലേ? ഇനി നോക്കാം. ഇനി ഒന്നാമത്തെ കാര്യം അത്. സോ ഒന്നാമത്തെ എന്താണ്? സോ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് പല ഫാക്ടേഴ്സിന് ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു. അതിൽ ഒരു ഫാക്ടറാണ് എന്ത്? ദാറ്റ് ഇസ് എൻ്റെ വൊക്കാബുലറി എത്രത്തോളം ഉണ്ട്, ഞാൻ എത്രത്തോളം ഇംഗ്ലീഷിൽ അഗ്രഗണ്യനാണ് അല്ലെങ്കിൽ പ്രൊഫിഷ്യൻ്റ് ആണ് എന്നുള്ള രീതിയിൽ അനുസരിച്ചാണ് ഞാൻ എൻ്റെ യൂസേജ് ഉണ്ടാവുക. റൈറ്റ്? അത് ഫസ്റ്റ് ഫാക്ടർ. ഇനി സെക്കൻഡ് ഫാക്ടർ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫാക്ടർ അതായിരുന്നെങ്കിൽ ഇനി സെക്കൻഡ് ഫാക്ടറിലേക്ക് പോവാം. ദാറ്റ് ഈസ് ദ ഓഡിയൻസ്, യുവർ ഓഡിയൻസ് ഓർ പേഴ്സൺ യു ആർ ഗോയിങ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത്. അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ ആരുമായിട്ടാണോ സംസാരിക്കുന്നത് അയാളിനനുസരിച്ചും നമ്മൾ മാറ്റണ്ടേ? അതിനല്ലേ നമുക്ക് വകതിരിവ് എന്ന് പറഞ്ഞ സാധനം തന്നെ. സോ എക്സാമ്പിൾ, നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളൊരു ചാർട്ടേഡ് സെക്രട്ടറി അഥവാ കമ്പനി സെക്രട്ടറി ആയി മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരു FMCG ബിസിനസ് ചെയ്യുന്ന ഒരാൾ, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ചെയ്യുന്ന ഒരാൾ വരുവാണ്. ഇല്ലേ പോട്ടെ, ഒരു ചെറിയ നോർമലായിട്ട് അത്യാവശ്യം പക്ഷെ നല്ല വോളിയം ഓഫ് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. ദാറ്റ് ഈസ് ഇപ്പോൾ സപ്പോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ മീൻസ് അങ്ങനെ ഒരു ഇതായിട്ട് പറയല്ല, പക്ഷെ ക്ലാസിഫിക്കേഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് എഡ്യൂക്കേഷൻ വളരെ കുറഞ്ഞാണെങ്കിലും നല്ല ബിസിനസ് ചെയ്യുന്ന, അതായത് പഠിക്കാൻ സാഹചര്യം ഇല്ലാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ അടുത്തുണ്ട്. അല്ലേ? അതുപോലെ തന്നെ ആൻഡ് ഒരു ഇൻഡസ്ട്രിയാണ് നമ്മൾ ഈ ഒരു ബേസിക്കലി നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ ഈ മീറ്റ്, അതുപോലെ എന്താ പറയുക, ലൈഫ് സ്റ്റോക്സിന്റെ ഇൻഡസ്ട്രി, ലൈഫ് സ്റ്റോക്ക്, അതുപോലെ ഫിഷ് അല്ലെങ്കിൽ ഫിഷിംഗ്, അങ്ങനെ ഒരു ഇൻഡസ്ട്രി വലിയൊരു വോളിയം ഓഫ് ബിസിനസ് ശരിക്കും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിലുള്ള ആളുകളുടെ ലിറ്ററസി, അതൊരു സർവേ പ്രകാരമാണ്, ലിറ്ററസി റേറ്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തില്ല, ആ ഒരു ലിറ്ററസി റേറ്റ്. സോ ബാക്കിയുള്ളവർക്ക് ചിലപ്പം ഇല്ലിറ്ററേറ്റ്സ് ആയിരിക്കാം ഈ ബിസിനസ് ചെയ്യുന്നത്, പക്ഷെ എന്നാലും ഭയങ്കര വോളിയം ഓഫ് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ അങ്ങനെ ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്, അങ്ങനെ ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് കൺസൾട്ടേഷന് വേണ്ടി വരുവാണ്. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ സെക്ഷൻ 343 ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ ക്രിമിനൽ ഒഫൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ പൊലിപ്പിച്ച് കാര്യങ്ങൾ പറയുമോ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുമോ? നിങ്ങൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് രണ്ടും പറയാം, പക്ഷെ എന്താ ക്ലയന്റിന് എങ്ങനെയാണോ. സോ ഞാൻ നിങ്ങളോടൊപ്പം ഞാൻ കറ്റാസ്ട്രോഫി, ഇറ്റ് ഇസ് ക്വൈറ്റ് എ കറ്റാസ്ട്രോഫി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ സോ ബേസിക്കലി എന്താണ്, കുറച്ചു നേരം നമുക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടും, പക്ഷെ മോസ്റ്റ് ഓഫ് ദ പോർഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടാവില്ല ആസ് ബീങ് എ ലിസണർ. അല്ലേ? സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഫാക്ടർ ആൻഡ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഇസ് യുവർ ഓഡിയൻസ് ഓർ പേഴ്സൺ യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് ടു അസസ് ദ ലിറ്ററസി ലെവൽ. ഇതൊക്കെ ഒരു പ്രാക്ടിക്കൽ ബേസിസിൽ നമുക്ക് ഓർത്ത് വെച്ചാൽ മതി. അത് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമല്ല. എന്താണ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം, നമ്മുടെ വൊക്കാബുലറിനെ കുറിച്ച് നമുക്ക് കാര്യമായ അറിവുണ്ടാവണം. സോ അനാവശ്യമായിട്ട് നമ്മൾ അവിടെയും ഇവിടെയും കേട്ട് മറന്ന വാക്കുകൾ നമ്മൾ വെറുതെ എടുത്ത് എന്ത് ചെയ്യരുത്, ഉപയോഗിക്കാൻ നിൽക്കരുത്. അതിന്റെ കറക്റ്റായിട്ടുള്ള അർത്ഥം അറിയാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് പോയിന്റിലേക്ക് വരുമ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലിസണർ, നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശ്രോതാവ് ആരാണോ, അഥവാ ഹൂ ഇസ് ഗോയിങ് ടു ലിസൺ ദ കോൺവെർസേഷൻ, നമ്മൾ ആരോട് സംസാരിക്കുന്നു, അയാളുടെ ലിറ്ററസി ലെവലും അയാളുടെ ലെവൽ ഓഫ് നോളജും നമ്മൾ ബേസിക്കലി കൺസിഡറേഷനിൽ വെക്കണം. അതെങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് ഫസ്റ്റ് ഓഫ്. അത് ചോദിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ചോദിക്കാം, സാറേ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, നമുക്കൊരു സപ്പോസ് നമുക്ക് മുന്നിലിരിക്കുന്ന ക്ലയൻസിന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? സോ ബേസിക്കലി അതിനാണ് നമ്മൾ ബ്രേക്കിംഗ് ദ ഐസ് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താണ് ബിസിനസ് ചെയ്യുന്നത്, അയാളോട് ഒരു 10 മിനിറ്റോളം നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള ഒരു അക്വൈൻറ്റൻസ് ടോക്ക് എന്ന് പറയും. നമ്മൾ അയാളെ കൂൾ ഓഫ് ചെയ്യാനുള്ള സമയം, നമ്മളൊരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഒക്കെ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ദാറ്റ് ഈസ് ടു അനലൈസ് ദ പേഴ്സൺ. അല്ലേ? കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താ, കൂൾ ഓഫ് ടൈം എന്നല്ല, കൂൾ ഓഫ് പീരീഡ് തന്നെയാണ് പറയുക. കാരണം ഇറ്റ് ഈസ് ടു ബേസിക്കലി ഇപ്പൊ പല വലിയ മൾട്ടിനാഷണൽ കമ്പനീസും ഈ കൂൾ ഓഫ് ടൈം നിർബന്ധമാക്കിയിട്ടുണ്ട്. കാരണം എന്താ, വരുന്ന കാൻഡിഡേറ്റ് ഷുഡ് ബി കംഫർട്ടബിൾ വിത്ത് ദാറ്റ് ഇന്റർവ്യൂ. കാരണം എന്താ, അങ്ങനെ വരുമ്പോൾ മാത്രമേ HR-ഉമായിട്ട് അയാൾക്ക് കംപ്ലീറ്റ് ഔട്ട്പുട്ടിൽ ചിലപ്പോൾ സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലേ? സോ അങ്ങനെ വരുന്ന ആ ഒരു സെയിം സാഹചര്യത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ആ ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇറ്റ് ഇസ് ടു അസസ് ദ ലിറ്ററസി ലെവൽ ഓഫ് ദ പേഴ്സൺ that you are going to speak out with. ക്ലിയർ ആണല്ലോ? റൈറ്റ്.
ഇനി എന്താ ചെയ്യണ്ടേ? സോ ആദ്യം എന്ത് ചെയ്തു? നമ്മുടെ ക്വാളിറ്റി അറിഞ്ഞു. ഇനി എന്താണ്? ആ എതിരെ ഇരിക്കുന്ന ആളുടെ ലിറ്ററസി ലെവൽ നമ്മൾ അസസ് ചെയ്തു. ഇനി എന്താണ്? Then try to find out what kind of situation you are in, whether the audience or etc. is a senior or junior. So എങ്ങനെയാണ് ഒരാള് എന്താ നമ്മള് സീനിയർ ഓർ ജൂനിയർ ടു യു എന്തായിരിക്കും അതിൽ ഉദ്ദേശിക്കുന്നുണ്ടാവുക? നമ്മളെ മുന്നിലിരിക്കുന്ന ആള് നമ്മളെക്കാളും സീനിയർ ആയിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ വി വിൽ യൂസ് കുറച്ച് എന്ത് ചെയ്യും? നമ്മളിപ്പോൾ മലയാളത്തിലാണെങ്കിൽ നീ എന്നൊന്നും അഭിസംബോധന ചെയ്യില്ല. ഇദ്ദേഹം അല്ലെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു അല്ലേ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ താങ്കൾ എന്ത് ചെയ്യുന്നു അല്ലേ, നീ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഒരു വളരെ ഇൻഫോർമൽ ആയിട്ട് നമ്മൾക്ക് അത്രയും അറിയാവുന്ന ആൾക്കാർ, പക്ഷെ അങ്ങനെ നമ്മൾ അഡ്രസ് ചെയ്യാറില്ല അല്ലേ. പിന്നെ അതുപോലെ ഇംഗ്ലീഷിൽ വരുന്ന സമയത്ത് ദ തിങ് ജസ്റ്റ് ചേഞ്ചസ്. മേ എന്നുള്ള വാക്കുകൾ കയറി വരും. മേ ഐ നോ യുവർ നെയിം എന്നുള്ള രീതി നമുക്ക് ഇപ്പോൾ സീനിയർ ആയിട്ട് തോന്നുമ്പോൾ വി വിൽ ജസ്റ്റ് ഗിവ് ദാറ്റ് സീനിയോറിറ്റി ടു ദാറ്റ് പേഴ്സൺ അല്ലേ. സോ അതിനെ ബേസ് ചെയ്ത് കൺസിഡറേഷൻസ് വിൽ ഹെൽപ്പ് യു ഇൻ ഗ്രേറ്റ്ലി ഇൻ ദ ചോയ്സ് ഓഫ് വേർഡ്സ് അല്ലേ. നമ്മളെക്കാളും പ്രായമുള്ള ഒരാൾ അപ്പുറത്തിരിക്കുമ്പോൾ വാട്ട് ഇസ് യുവർ നെയിം എന്നല്ല നമ്മൾ ചോദിക്കുക, മേ ഐ നോ യുവർ നെയിം അല്ലേ എന്നുള്ള രീതിയിലോ, അതുപോലെ മേ ഐ നോ വാട്ട് ദ പ്രോബ്ലം ഇസ്. സോ അതിനേക്കാൾ വാട്ട് ഇസ് യുവർ പ്രോബ്ലം, ഇത് രണ്ടും രണ്ട് രീതിയിൽ പോകുന്ന കാര്യങ്ങളാണ്. സോ നമുക്കറിയാം, നമ്മൾക്കൊരു അടുത്ത സുഹൃത്തിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ എടാ നിന്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരാളോട്. നമ്മളൊരു ക്ലയന്റ് ആയിട്ട് വരുന്ന നമ്മളെക്കാൾ സീനിയർ ആയിട്ടിരിക്കുന്ന ആൾ വരുമ്പോൾ എന്താണ് താങ്കളുടെ പ്രശ്നം, ഇങ്ങനെയുള്ള രീതിയിലേക്ക് മാറില്ലേ. ടോൺ ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ സെലക്ഷൻ ഓഫ് വേർഡ്സ്. മേ ഐ നോ യുവർ പ്രോബ്ലം അല്ലെ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? മേ ഐ നോ യുവർ പ്രോബ്ലം, റൈറ്റ്. സോ അങ്ങനെയുള്ള ചോയ്സ് ഓഫ് വേർഡ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയേ? ഒന്ന്, നമ്മുടെ വൊക്കാബുലറി ഇമ്പോർട്ടന്റ് ആണ്. രണ്ട്, എന്താണ് എതിരെ നിൽക്കുന്ന ആളുടെ ലിറ്ററസി ലെവൽ എത്രത്തോളമാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി മൂന്നാമത്തത് എന്താണ്? അദ്ദേഹത്തിന്റെ അസസ്മെന്റ്. അദ്ദേഹത്തെ അല്ലെങ്കിൽ അയാളെ നമ്മൾ അസസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ചോയ്സ് ഓഫ് വേർഡ്സ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഏതൊക്കെ വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് ഒരു കൺസിഡറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിൽഡ് ചെയ്യാൻ പറ്റും. റൈറ്റ്. സോ ഇനി നമുക്ക് പോവാം. സോ ദാറ്റ് ഈസ് ഹൗ യു കമ്മ്യൂണിക്കേറ്റ്. എങ്ങനെ അസസ് ചെയ്ത് നമ്മളൊരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു ജസ്റ്റ് ഒരു കാര്യമാണ്, വളരെ ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുകയുണ്ടായി അല്ലേ. ഇനി നമുക്ക് മുന്നോട്ട് പോവാം. ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ ഇനി ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്? സോ അത് ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ഫാക്ടറിലേക്ക് നമ്മൾ പോകുമ്പോൾ, സോ എത്ര ഫാക്ടേഴ്സ് ആയി? 1, 2, 3 ഫാക്ടേഴ്സ് ഇപ്പൊ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നാലാമത്തെ ഫാക്ടറിലേക്ക് നമ്മൾ പോവുകയാണ്. ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു എന്ത്? ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് ഒരു അദ്ദേഹത്തിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അയാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പയ്യനോട് നമ്മൾ സംസാരിക്കുമ്പോൾ 3 രീതിയിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ പയ്യൻ അല്ലെങ്കിൽ ദാറ്റ് ഇസ് ഒരു നമ്മളെക്കാളും ഇളയ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടി എന്ത് ചെയ്യാം? സ്ട്രെസ് ചെയ്തുകൊണ്ട്, ഇഫ് യു ആർ ഗിവിംഗ് ആൻ അഡ്വൈസ് നമുക്ക് സ്ട്രെസ് ചെയ്തുകൊണ്ട് കൊടുക്കാം. ഒരു സമപ്രായക്കാരനാണെങ്കിൽ ഇത് ചെയ്താൽ നന്നാവില്ലേ? ഇനി അടുത്തത്, താങ്കൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നുള്ള രീതിയിൽ ഈ 3 കാറ്റഗറി ഓഫ് ടോക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ ഒരു ഫാക്ടർ ഇമ്പോർട്ടന്റ് ആയിട്ടിരിക്കുന്നതാണ് എന്ത്? ഫോർമൽ ഓർ ഇൻഫോർമൽ, ഓറൽ ഓർ റിട്ടൺ. സോ ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ അവിടെ അണ്ടർഗോ ചെയ്യാൻ പോകുന്നത്? സോ ദാറ്റ് ഈസ് നമ്മളൊരു എഴുത്ത്, ദാറ്റ് ഈസ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ എഴുതി അദ്ദേഹത്തിന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ അയാളോട് സംസാരിക്കുകയാണ്. ഇതിനൊക്കെ വേറെ ടൈപ്പ് ഓഫ് ചോയ്സ് ഓഫ് വേർഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ബേസിക്കലി എന്താണ്? ഒന്നുകിൽ നമ്മൾ ഫോർമൽ കോൺവെർസേഷനിലാണോ ഇൻഫോർമൽ കോൺവെർസേഷനിലാണോ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? നമ്മളൊരു വേർഡ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. റൈറ്റ്. ഇനി അതായിരുന്നു 4ാമത്തെ ഫാക്ടർ. ഇനി 5ാമത്തെ ഫാക്ടറിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് അബൌട്ട് ദ മെസ്സേജ് യു ഇന്റെൻഡ് ടു കൺവേ. സോ അർജന്റ് ആയിട്ടുള്ള മെസ്സേജ് ആയിക്കോട്ടെ. സോ എന്താണ് നമ്മളൊരു ബേസിക്കലി എന്ത് ടൈപ്പ് ഓഫ് മെസ്സേജ് ആണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്? അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് വൈൽ വി ചൂസ് വേർഡ്സ്. അർജന്റ് ആണെന്നുണ്ടെങ്കിൽ യു കനോട്ട്, ഇഫ് ഇറ്റ് ഇസ് എൻ അർജന്റ് മെസ്സേജ് യു വിൽ ഹാവ് ടു കട്ട് ഷോർട്ട് യുവർ വേർഡ്സ് ആൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ് മാത്രം വെക്കുക. ഡിസപ്പോയിൻമെന്റ് പറയുവാണെങ്കിൽ ചിലപ്പം റിഗ്രറ്റ്സ്, എന്താണ് ആ റിഗ്രറ്റിന്റെ കാരണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. പക്ഷെ ആ സമയത്ത് ഏതൊക്കെയാണ് വളരെ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്നുള്ളതിന്റെ കറക്റ്റ് ലെവൽ ഓഫ് തോട്ട് പ്രോസസ്, എന്ത് തോട്ട് പ്രോസസ് ആണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ സോ എന്താണ് അതുപോലെ തന്നെ ഇനി ഇതല്ലാതെ റൈറ്റ്
ദ ഏർജൻസി ഞാൻ പറഞ്ഞു, ഡിസപ്പോയിൻമെന്റ്, ദ ലെവൽ ഓഫ് ആക്യുറസി റിക്വയർഡ്, അതായത് നമ്മളുടെ എത്ര ഇനിയും ഡെവലപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ സജഷൻസ് കൊടുക്കുകയാണെങ്കിൽ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചോയ്സ് ഓഫ് വേർഡ്സ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. ഒരേ ടൈപ്പ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ ഒരേ പാറ്റേൺ നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള. അത് ഇംഗ്ലീഷ് എന്നുള്ളതല്ല, മലയാളമായാലും ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും ദ ചോയ്സ് ഓഫ് വേർഡ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? ദെൻ ഇനി ഇത്രയൊക്കെയാണ് ഫാക്ടേഴ്സ് എങ്കിലും ഇനി നമുക്ക് നോക്കാം കോണ്ടെക്സ്റ്റ് ആൻഡ് യൂസേജ്. പല ഫാക്ടേഴ്സ്, ഇനിയും കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ യൂസേജ് വരുന്നത്, റൈറ്റ്? സർട്ടൻ വേർഡ്സ് ക്യാൻ ഓൺലി, അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് certain words can only be used in a particular context, and if they are used otherwise they would convey the wrong sense, right? So നമ്മൾ ചില വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാണ്, നമ്മൾ ഒരാളോട് നമ്മൾ സംസാരിക്കുക, നമ്മളൊരു സുഹൃത്തിനോട് സംസാരിക്കുന്ന സമയത്ത് വി മേ യൂസ്, റൈറ്റ്, വാട്സ്ആപ്പ് മേൻ എന്ന് അല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരാറില്ലേ? സോ ബേസിക്കലി ഇതൊരു കോണ്ടെക്സ്റ്റ് ആൻഡ് യൂസേജ്, ഇതൊരു ഇൻഫോർമൽ ആയിട്ട് നമ്മളുടെ എന്താ പറയാ ഒരു വോട്ട് യൂസ് ചെയ്യുക, ഒരു കൊലോക്കിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആണ് ഈ വാട്സ്ആപ്പ്, ലൈക്ക് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ യോ വാട്ട് യു ഡു വാട്സ്ആപ്പ് അങ്ങനെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ വാട്സ്ആപ്പ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പല ലൈക്ക് എന്താ പറയുക മില്ലേനിയൽ ലിംഗോ എന്നാണ് അതിനെ വിളിക്കുക. അപ്പോൾ ദാറ്റ് ഈസ് മില്ലേനിയൽ ലിംഗോ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ലൈക്ക് ഫൗണ്ട് ബൈ 2000 അല്ലെങ്കിൽ ലേറ്റ് 2000s ആ ഒരു ട്രെൻഡായിട്ട് നമ്മൾ സംസാരിക്കും, വളരെ കാര്യങ്ങൾ ഷോർട്ടായിട്ട് സംസാരിക്കും. പക്ഷെ ദീസ് ആൻഡ് ഓൾ ഇതൊക്കെ എന്താണ്, ഒരു ഇൻഫോർമൽ കോൺവെർസേഷന്റെ ഭാഗമാണ്. പക്ഷെ ആ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു ഫോർമൽ ആയിട്ടിരിക്കുന്ന കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറില്ല, അധികം യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇപ്പം സെമി ഫോർമൽ എന്നുള്ള രീതിയിലേക്ക് പല രീതിയിലും വരാറുണ്ട്, ഇൻഫോർമൽ, ഫോർമൽ ആൻഡ് സെമി ഫോർമൽ. കാരണം ഇപ്പൊ പല ബിസിനസ് കോൺവെർസേഷൻസും സെമി ഫോർമൽ ആയിട്ടും പോകാറുണ്ട്. ദാറ്റ് മീൻസ് നമ്മളൊരു സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ബിസിനസ് തുടങ്ങാം. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിലൊക്കെ ഈ ഒരു ആക്ഷൻ നമുക്ക് യൂസ് ചെയ്യാമെങ്കിലും ഒരിക്കലും ഒരു ഓഫീസ് പേർപ്പസിലേക്ക് എന്ത് ചെയ്യാറില്ല, ഓഫീസ് അല്ലെങ്കിൽ ആ ഒരു ദാറ്റ് ഇസ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വളരെ കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, പലപ്പോഴും ഈ ഒരു സ്ട്രക്ചർ ഓഫ് ഇത് നമ്മൾ യൂസ് ചെയ്യാറില്ല, റൈറ്റ്? Then we have regional or national differences in language or connotation may influence your choice of words, അല്ലേ? കാരണം നമ്മുടെ രാജ്യത്ത് ചിലപ്പം ഇപ്പോൾ സപ്പോസ് വോട്ട് യു സേ പല എക്സാമ്പിൾസ് നമുക്ക് പറയാം, പല കാര്യങ്ങൾ നമ്മൾ വോട്ട് യു സേ യെസ് പ്രസ്. സോ ദാറ്റ് ഈസ് എൻ ഇന്ത്യൻ യൂസേജ്. പ്രസ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ പല മൂവീസിലും കണ്ടിട്ടുണ്ടാവും, കോമഡി സീക്വൻസസിൽ PRESS എന്നുള്ള രീതിയിൽ. സോ അതെന്താ ഇവിടെ യൂസ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ പ്രസ് എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു രണ്ട് രീതിയിലാവാം, പ്രസ് ദ ബട്ടൺ ആവാം. സോ ഹീസ് ഫ്രം ദ പ്രസ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള യൂസേജ് അവിടെ ഉണ്ട്, ഇല്ലേ? പക്ഷെ ആ സമയത്ത് മറ്റൊരു രാജ്യത്തും ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് USA അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ, കാനഡ അതുപോലുള്ള രാജ്യങ്ങളിൽ ഒരു കാരണവശാലും പ്രസ് ഇസ് നോട്ട് യൂസ്ഡ് ഫോർ ദേ ആർ യൂസിങ് ദ വേർഡ് ജേർണലിസ്റ്റ്. അത് പ്രോപ്പർ ആയിട്ട് അവർ യൂസ് ചെയ്യുള്ളൂ. പ്രസ് ഇസ് ഓൺലി ഫോർ ലൈക്ക് പ്രസിങ് ദ ബട്ടൺ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ആ ഒരു വേർഡ് യൂസ് ചെയ്യുക. സോ അതാണ് റീജിയണൽ ആയിട്ടുള്ള കോൺഡിറ്റേഷൻസ്, റീജിയണൽ ആയിട്ടുള്ള ലാംഗ്വേജസ് ഫോംഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറില്ല, കഴിവതും നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു സ്റ്റാൻഡേർഡ് സ്ട്രക്ചറിൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ ആ സമയത്ത് നമ്മൾ ഹീസ് ഫ്രം ദ മീഡിയ എന്നുള്ളതാണ് ഇപ്പം പറയുന്ന ഒരു ലാംഗ്വേജ്, ഹീസ് ഫ്രം ദ പ്രസ് എന്നുള്ളത് പലരും മാറ്റിക്കൊണ്ടുവരികയാണ്, റൈറ്റ്? പക്ഷെ എന്നാലും ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ഇന്നോവയുടെ മുകളിലും ഒക്കെ നമുക്ക് പ്രസ് എന്നുള്ള ബോർഡ് കാണാൻ വേണ്ടി പറ്റും, അല്ലേ? റൈറ്റ്? സോ ദീസ് ആർ ഓൾ ദ തിങ്സ് ദാറ്റ് ഒരു ഫാക്ടേഴ്സ്. ആൻഡ് ഓൾസോ ദെൻ വി ഹാവ് റൈറ്റ്, ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ചോയ്സ് ഓഫ് വേർഡ്സ്. ലിബറൽ ഇൻ ബ്രിട്ടൻ ഹാസ് എ പോസിറ്റീവ് മീനിങ്. ലിബറൽ ആയിട്ടുള്ള, സോ ചില സമയത്ത് എന്താണ് ലിബറൽ എന്നുള്ളത് ലൈക്ക് പോസിറ്റീവ് മീനിങ്ങിലായിട്ടും ഇവിടെ പല സമയങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു അമേരിക്കൻ, അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ പ്രസ് എന്നുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞു, അതേപോലെ ഒരു എക്സാമ്പിൾ ആണ് ദാറ്റ് ഇസ് ലിബറൽ ഇൻ ബ്രിട്ടൻ. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പ്രകാരം, ദാറ്റ് ഇസ് UK യുണൈറ്റഡ് കിങ്ഡം പ്രകാരം ഇറ്റ് ഹാസ് എ പോസിറ്റീവ് മീനിങ്, ബട്ട് it means generous and open-minded in Britain, but whereas in America it is used as a term of political abuse. Liberals എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു ലൈക്ക് ഒരു പൊളിറ്റിക്കൽ ആയിട്ട് ഒരു സൈഡ് ലൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു തോട്ട് ലൈക്ക് ഒരു യൂസേജ് ആണ് അവിടെ ആ സെയിം വാക്കിന് ആ സെയിം വേർഡിന് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ വന്നിരിക്കുന്നത്. ആസ് ദ സെയിം ഐ ടോൾഡ്, റൈറ്റ്?
സോ ഇനി എന്താണ് ഓൾസോ ഇനി ഇംപ്രൂവിങ് വൊക്കാബുലറി, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വേർഡ്സ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യമാണ് ഇറ്റ് ഇസ് ടു ഇംപ്രൂവ് അവർ വേർഡ്സ്, അല്ലേ? നമ്മൾ വേർഡ്സ് ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇംപ്രൂവ് അവർ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവിങ് അവർ വൊക്കാബുലറി. നമ്മുടെ വേർഡ് സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം കൂട്ടാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. So that is all about improving vocabulary. So that is to try and understand the root and etymology of words. Root അല്ലെങ്കിൽ എവിടുന്നാണ് ഇത് ഫോം, etymology എന്ന് പറഞ്ഞാൽ the evolution of words എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. How these words were formed, അല്ലെങ്കിൽ ഫോം എങ്ങനെയാണ്, വേർബ് ഈ വേർഡ് എങ്ങനെയാണ് ഫോം ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള സ്റ്റഡി, അത് നമ്മളെ വല്ലാതെ സഹായിക്കുന്നതാണ്. Right? So now we are going to an area where we are going to study. These are the following tips that you should remember while choosing words. അല്ലേ? ഇനി നമ്മൾ എന്തൊക്കെ വേർഡ്സ് എങ്ങനെയൊക്കെ ചൂസ് ചെയ്യണം എന്നുള്ള ബേസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്? സോ സ്റ്റാർട്ടിങ് ഇൻസ്റ്റൻസസിൽ നോക്കാം എന്തൊക്കെ രീതിയിലുള്ള കുറെ ടിപ്സ് ആണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഏതൊക്കെ വേർഡ്സ് നമ്മൾ ചൂസ് ചെയ്യണം, നമ്മൾ ഒരു എങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ആണ്, എങ്ങനെയൊക്കെയാണ് ഒരു വേർഡ്സ് നമ്മളൊരു മീൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിന്റെ എക്സ്റ്റൻഷൻ തന്നെയാണ്. റൈറ്റ്? സോ ഇതിൽ നോക്കാം. ദ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ് ഇറ്റ് ഈസ് സിംപ്ലിസിറ്റി. സോ ബേസിക്കലി എന്താ, സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ, സിംപ്ലിസിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്, കാര്യങ്ങൾ ഒരുപാട് കോംപ്ലക്സ് ആക്കാതിരിക്കുക, സിമ്പിൾ ആയിട്ട് തന്നെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് സിംപ്ലിസിറ്റി കൊണ്ട് മീൻ ചെയ്തിരിക്കുന്നത്. റൈറ്റ്? ഇനി നോക്കാം സിമ്പിൾ ലാംഗ്വേജ്. എന്താണ് സിംപ്ലിസിറ്റി എന്നുള്ളത് ഒന്ന് ജസ്റ്റ് അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷെ സ്റ്റിൽ നമുക്കൊന്ന് വായിച്ചു പോകാം. ദാറ്റ് ഈസ് സിമ്പിൾ ലാംഗ്വേജ് പ്രൊഡ്യൂസസ് ദ ബെസ്റ്റ് ആൻഡ് ദ ക്വിക്കസ്റ്റ് റെസ്പോൺസ് ഫ്രം എവ്രിവൺ. Though at times long and unusual words have to be used because they are more precise. അതായത് നോക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളോട് എന്താണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇസ് ടു യൂസ് സിമ്പിൾ വേർഡ്സ്. പക്ഷെ അതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും സിമ്പിൾ വേർഡ്സ് മാത്രം യൂസ് ചെയ്യുന്നത് ഒരു പ്രോപ്പർ കോൺവെർസേഷൻ ആയിട്ട് മാറുന്നില്ല. അപ്പം അതുപോലെ തന്നെ ചില സമയങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ത് ചെയ്യാൻ, അൺയൂഷ്വൽ ആയിട്ടുള്ള വേർഡ്സ് അവിടെ ലൈക്ക് അനിവാര്യമായിരിക്കുന്ന ഒരു, ദാറ്റ് ഈസ് വി കനോട്ട് ലൈക്ക് വാട്ട് യു സേ, ഒരു വേർഡ് ഇപ്പൊ സപ്പോസ് പ്രിഡോമിനന്റ് അല്ലെങ്കിൽ ഡോമിനന്റ്, ഇതെന്ന് പറഞ്ഞാൽ ഒരു ബേസിക്കലി പ്രിഡോമിനന്റ് ആൻഡ് ഡോമിനന്റ് അത് രണ്ട് ഡിഗ്രിയിലുള്ളതാണ്. പക്ഷെ ലെറ്റ്സ് ടേക്ക് ടു കൺസിഡറേഷൻ ദ വേർഡ് പ്രിഡോമിനന്റ്. സോ ആ വാക്ക് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ്. റൈറ്റ്? മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. സോ ഇമ്പോർട്ടന്റ് എന്നുള്ളതിന് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമ്പോർട്ടന്റിന് ഒരു സിമിലർ വേർഡ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ പ്രിഡോമിനന്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് പ്രിഡോമിനന്റ് എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്യുമ്പം പിന്നീട് എന്ത് ചെയ്യാനും പറ്റില്ല, അതിന് തക്കതായിട്ടുള്ള ഒരു വേർഡ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് എഴുതാണ്ട് പല ഇൻസ്റ്റൻസസും കിട്ടാറുമില്ല. സോ ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. സോ ബേസിക്കലി എന്താണ്, കഴിയുന്നതും സിമ്പിൾ വേർഡ്സിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ഏത് പോയിന്റ് ഓഫ് വ്യൂവിലാണ്, നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആയിക്കോട്ടെ, നിങ്ങളോട് ക്ലയൻസും ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആയിക്കോട്ടെ, മാക്സിമം ലൈക്ക് ട്രൈ ടു കീപ് തിങ്സ് ഇൻ എ സിമ്പിൾ മാനർ സോ ദാറ്റ് അതേഴ്സ് ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ഗോയിങ് ടു കൺവേ. റൈറ്റ്? ക്ലിയർ ആണോ? ഇനി അടുത്ത് പോവാം. എന്താണ് സെക്കൻഡ് ടിപ്പായിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് എന്ത്, ഇറ്റ് ഇസ് ടു യൂസ് ഫെമിലിയർ വേർഡ്സ്. നമ്മൾ യൂസ് ചെയ്യുന്നതിൽ കഴിയുന്നതും ഫെമിലിയാരിറ്റി. നമ്മൾ നേരത്തെ സിംപ്ലിസിറ്റി ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫെമിലിയാരിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ് എടുക്കുന്നത്. ദാറ്റ് ഇസ് യൂസിങ് ഫെമിലിയർ വേർഡ്സ് മീൻസ് യൂസിങ് ദ ലാംഗ്വേജ് ദാറ്റ് ഇസ് യൂസ്ഡ് ബൈ മോസ്റ്റ് ഓഫ് us ഇൻ എവറി ഡേ കോൺവെർസേഷൻ. റൈറ്റ്? സോ ഇതിൽ ഞാൻ ചെറിയൊരു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദാറ്റ് ഇസ് ഞാൻ പണ്ട് കേട്ടിട്ടുള്ളൊരു കഥയാണ്. ദാറ്റ് ഇസ് ഒന്ന് ആലോചിക്കുക, ബുദ്ധിസം എന്ന് പറഞ്ഞൊരു റിലീജിയൻ, ഇതൊരു റിലീജിയസ് ആസ്പെക്ട് ഒന്നുമല്ല, ലാംഗ്വേജ് എന്നുള്ളൊരു പവറിന്റെ ബേസിസിലാണ് ഞാൻ പറയുന്നത്. റൈറ്റ്? ദ സ്പ്രെഡ് ഓഫ് മെനി റിലീജിയൻസ് വെയർ വെരി ഫാസ്റ്റ് ആൻഡ് സം അതർ റിലീജിയൻസ് വെയർ ടു സ്ലോ. അല്ലേ? പല റിലീജിയൻസ് ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ബുദ്ധിസം ആക്ച്വലി അധികം ആളുകളിലേക്കും എത്താതെ പോയൊരു കാര്യം. ദാറ്റ് ഇസ് ബുദ്ധൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടത്. അല്ലേ? ബുദ്ധൻ പറഞ്ഞ കാര്യങ്ങളാണ് എന്ത് ചെയ്യപ്പെട്ടത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് ദാറ്റ് ടു ഹിസ് ഡിസൈപ്പിൾസ് എല്ലാവരും ലോകം മുഴുവൻ പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു വിഷയം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീ ബുദ്ധ യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ പാലി ലാംഗ്വേജ്. അതായത് പാലി എന്നുള്ള അതായത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പം യൂസ് ചെയ്യുന്ന ഏറ്റവും വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രം യൂസ് ചെയ്യുന്ന പല ലാംഗ്വേജ്, ഇപ്പൊ തുളു
സപ്പോസ് ഒരു തുളു എന്ന് പറഞ്ഞ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഒരു കാസ്റ്റ് ഓഫ് പീപ്പിൾ മാത്രമേ അത് യൂസ് ചെയ്യുന്നുള്ളൂ. സോ അങ്ങനെയുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാലി എന്ന് പറഞ്ഞ ലാംഗ്വേജിലാണ് ബുദ്ധൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്, വിച്ച് വാസ് ദ മെയിൻ. ഞാനതൊരു ബുക്കിൽ വായിച്ചതാണ്, എൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടല്ല. ദ തിങ് ഈസ് ദാറ്റ് എപ്പോഴും ആ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പലർക്കും ഈ കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്യാൻ പറ്റിയില്ല. വാട്ട് ബുദ്ധ ജസ്റ്റ് ഇൻറ്റെൻറ്റ്, ബുദ്ധൻ എന്താണോ ഇൻറ്റെൻറ്റ് ചെയ്തിട്ടുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ത് ചെയ്തിട്ടില്ല, ബുദ്ധൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ലായിരുന്നു. കാരണം എന്താ, അദ്ദേഹം സംസാരിക്കുന്ന ആ ഭാഷയുടെ ആ ഒരു കാര്യം മൊത്തമായിട്ട് അതിൻ്റെ ഒരു വോട്ട് യു സേ ദാറ്റ് കോർ ആയിട്ടുള്ള മൊത്തം ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്ത ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ, അത് മൊത്തമായിട്ട് ഗ്രഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദാറ്റ് വാസ് എ മെയിൻ കോസ് വിച്ച് ലൈക്ക് വോട്ട് യു സേ വിച്ച് അപ്രിഹെൻഡഡ്, അല്ലെങ്കിൽ വളരെയധികം ഒരു താഴ്ത്തപ്പെട്ട മീൻസ് ഒരു പേസ് ഓഫ് ദ സ്പ്രെഡ് ഓഫ് ദാറ്റ് റിലീജിയൻ അതിനെ ഭയങ്കരമായിട്ട് കട്ട് ചെയ്തൊരു കാര്യമായിരുന്നു. സോ അത് തന്നെയാണ് നമ്മൾ കുറെ ആളുകൾ മനസ്സിലാക്കുന്ന ഫെമിലിയർ ആയിരിക്കുന്ന ലാംഗ്വേജസ് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ. സോ ദാറ്റ് ഇസ് വി ആർ നോട്ട് സ്പീക്കിംഗ് അബൌട്ട് എന്താണ് ലീഗൽ ഡ്രാഫ്റ്റിങ്ങോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. ലീഗൽ ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ദർ ആർ പീപ്പിൾ ലൈക്ക് ചില ലാംഗ്വേജസ് നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആളുകളിലേക്ക് ദാറ്റ് ഈസ് അതിന്റെ ആ ഒരു വോട്ട് യു സേ ദാറ്റ് അതിന്റെ കോർ ആയിട്ടിരിക്കുന്ന ആവശ്യം നടത്താൻ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ ഇവിടെ സംബന്ധിച്ചോളം പലതും സിംപ്ലിസിറ്റി എപ്പോഴും കീപ്പ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നതിലൂടെ ആ കോൺവെർസേഷൻ, ഇപ്പൊ സപ്പോസ് യു ഹാവ് എൻ ഐഡിയ, നമ്മളിൽ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്. ഈ സ്റ്റാർട്ടപ്പ് ഐഡിയ ഏറ്റവും സിംപ്ലർ ആയിട്ട്, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അത്രയും അതിന്റെ റീച്ച് കൂടുതലായിരിക്കും. കാരണം അത്രയും ആളുകൾക്ക് അത് കേൾക്കാനുള്ള ഒരു അവസരം വരും. അവസരം കിട്ടിയപ്പോൾ പറഞ്ഞതാണ്. സോ ദാറ്റ് ഇസ് use familiar words while you communicate, right? We should avoid എന്തൊക്കെ അവോയ്ഡ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ടേ. We should avoid stuff more difficult words that do not communicate so precisely or quickly. So നമ്മള് ബേസിക്കലി എന്ത് ചെയ്യുക, നമ്മളൊരു പ്രിസൈസ് ആയിട്ടും വളരെ ക്വിക്ക് ആയിട്ടും അല്ലാതെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത വേർഡ്സ് പലതും ഉണ്ട്. ഇപ്പൊ സപ്പോസ് ശശി തരൂരിന്റെ ലാംഗ്വേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. So അതിലൊരു കമ്പാരിസണും ഇല്ല. He's the if you can call an epitome in English language, we can like പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റുന്ന കുറച്ച് പേരുകളാണ്. One is Shashi Tharoor and another one is Sadhguru. So these are all people who have reached their epitome. ഇന്ത്യൻസിന്റെ കാര്യമാണ് പറയുന്നത്. There are others as well. So പക്ഷെ അങ്ങനെ നോക്കുന്ന സമയത്ത് ആ എപ്പിറ്റമിയിൽ നിന്നിട്ടാണെങ്കിലും പല ആളുകൾക്കും അതിന്റെ എന്താണ്, if they are speaking, mainly you take into consideration about Shashi Tharoor. When he is speaking, there is a necessity of a dictionary. അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്ന ഒരാളെ സംബന്ധിച്ചോളം there is a necessity of a dictionary to understand the speech, അല്ലെ? പക്ഷെ ആ സമയം അവിടെയാണ് സദ്ഗുരു എന്ന് പറഞ്ഞ ആള് വളരെയധികം വ്യത്യസ്തമായിട്ടിരിക്കുന്നത്. He just uses his പേസ്. അത് അദ്ദേഹത്തിന്റെ കോൺവെർസേഷൻ നിങ്ങൾ കഴിയുന്നതും ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേൺ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ലൈക്ക് മെത്തഡോളജീസ് അതൊന്ന് അഡാപ്റ്റ് ചെയ്യുക. കാരണം കുറച്ചൊക്കെ നല്ല ഇൻഫർമേഷൻ കിട്ടുന്നത്. ദാറ്റ് ഇസ് നോട്ട് അബൌട്ട് റിലീജിയൻ ആൻഡ് സ്റ്റാഫ് ലൈക്ക് ദാറ്റ്. അതൊന്നും നിങ്ങൾ കേൾക്കരുത്. കേൾക്കരുത് ഇൻ ദ സെൻസ് അതൊന്നും നിങ്ങൾ കൂടുതലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ദ വേ ഹി ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ്, ഞാൻ അതിന്റെ ലിംഗ്വിസ്റ്റിക്സ് മാത്രമാണ് ഞാൻ പറയുന്നത്. ദ വേ ഹി കമ്മ്യൂണിക്കേറ്റ്സ് തിങ്സ് അത് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. കാരണം ഒരു സ്പീക്കർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അത്രയും ഇൻപുട്സ് എടുക്കാൻ പറ്റുന്ന ഒരാളാണ് സദ്ഗുരു, അതുപോലെ ശശി തരൂരും. ബിക്കോസ് സദ്ഗുരുയുടെ കേസിലാണെങ്കിൽ കുറച്ചുകൂടി ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. കാരണം ഹി യൂസസ് സിമ്പിൾ ലാംഗ്വേജസ് ആൻഡ് ഓൾസോ he recites in such a pace that each and every word is clearly audible, right? ഇപ്പൊ യേശുദാസ് പാടുന്ന പോലെയാണ്. യേശുദാസ് പാടുന്ന സമയത്ത് മലയാളത്തിന് ഇപ്പം ഈ ഇടയില് ഈ സെലിബ്രേറ്റഡ് അല്ലെ, ഒരു ഇത്രയും വർഷത്തെ ആ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞ സമയത്തും ആളുകൾ കൂടുതൽ പറയുന്നുണ്ടായിരുന്നു ഹി ഈസ് സോ ക്ലിയർ, പ്രിസൈസ് ആൻഡ് ക്ലിയർ. സോ വാട്ട് ഈസ് സ്പീക്കിംഗ് അബൌട്ട്, അല്ലെ? മലയാളം പുള്ളിയുടെ വായിൽ നിന്ന് വരുമ്പോഴാണ് ദ കറക്റ്റ് എല്ലാ പ്രൊനൗൺസിയേഷൻസും എക്സാക്ട് ആയിട്ടാണ് പോകുന്നത്. ദ സെയിം വേ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സദ്ഗുരുവിന്റെ കോൺവെർസേഷൻസ്. ബിക്കോസ് ഭയങ്കര സ്ലോ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഓൾസോ ഭയങ്കരമായിട്ട് ക്ലാരിറ്റി ആ വേർഡ്സിന് നമുക്ക് കിട്ടും. സോ ദ സെയിം തിങ്, സിംപ്ലിസിറ്റി ആൻഡ് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നത് ഇറ്റ് വുഡ് മേക്ക് യുവർ പ്രസന്റേഷൻ ഇൻ ടു ദ നെക്സ്റ്റ് ലെവൽ, റൈറ്റ്? So now the next one is jargon. So jargon യൂസ് ചെയ്യേണ്ടതാണോ? എന്താണ് jargon എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, jargon is language that is unique to a particular field of knowledge. So suppose എക്സാമ്പിൾ ആയിട്ട് പറയാം, സിനിമകൾ ഇഷ്ടം പോലെ കാണുന്ന ആൾക്കാരാണ് നമ്മൾ. ഈ
മിലിറ്ററി മൂവീസ് അല്ലെങ്കിൽ നമ്മൾക്കൊരു വാട്ട് യു സേ ലൈക്ക് വാർ കൈൻഡ് ഓഫ് ലൈക്ക് ജോൺഡർ വരുന്ന മൂവീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സോ അതിൻ്റെ അകത്ത് നമ്മൾ പല കോൺവെർസേഷൻസ് റോജർ അല്ലേ, 12 o'clock 7 o'clock എന്നുള്ള രീതിയിലൊക്കെ അവരുടെ പല രീതിയിലുള്ള കോൺവെർസേഷൻസ് വരാറുണ്ട്. സോ ഡയറക്ഷൻസ് പിന്നെ അതുപോലെ ലൈക്ക് അലേർട്ടിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ യൂസ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ചിലപ്പോൾ ആ വേർഡ്സിന്റെ അർത്ഥം അങ്ങനെ ആയിരിക്കില്ല. നോർമൽ ഇംഗ്ലീഷിൽ വരുന്ന സമയത്ത് റോജർ എന്ന് പറഞ്ഞ വാക്കില്ല, റൈറ്റ്? സോ അങ്ങനെ അതേപോലെ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള വാക്കുകൾ നോക്കാം. സോ അങ്ങനെയുള്ള വാക്കുകളിനെ നമ്മൾ ജാഗൻസ് എന്നാണ് വിളിക്കുക. അതുപോലെ സയന്റിഫിക് ആയിട്ട്, റൈറ്റ്? സോ ഇഫ് യു ഹാവ് ദിസ്, ഇവിടെ നമുക്കൊരു ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വി ഹാവ് എ കാർട്ടിലേജ്, അതിനെ വിളിക്കുന്നത് ട്രിപ്ലോ ഫൈബ്രോ പ്ലാസ്റ്റിക് കാർട്ടിലേജ് എന്നാണ്. അറ്റ്ലീസ്റ്റ് അത്രയും ബുദ്ധിമുട്ടാണ് ആ കാര്യം പറയാൻ. സോ ഇതൊക്കെ അവർ TBC എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, ഡോക്ടേഴ്സ് കോൺവെർസേഷൻ. നിങ്ങൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുന്ന സമയത്ത് ഡോക്ടർ സിസ്റ്റേഴ്സിനോട് സംസാരിക്കുന്ന കോൺവെർസേഷൻ കേൾക്കാം. ഇതൊക്കെ എന്താണ്? സോ ബേസിക്കലി അതെല്ലാം ഓരോ ട്രേഡ്, ടെക്നോളജി, സയൻസ് ആവാം, ടെക്നോളജി ആവാം, ആർട്ട് ആവാം, ട്രേഡ് ആവാം, പ്രൊഫഷൻ ആവാം, ഈ ഒരു ഇതിന് മാത്രം ആ ഒരു ഏരിയയിലുള്ള ആൾക്കാർക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ഈ ജാഗൻസ് എന്ന് വിളിക്കുന്നത്. ഓൾസോ ദർ ആർ ലീഗൽ ലാംഗ്വേജ്, റൈറ്റ്? യെസ് യുവർ ഓണർ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ആ ഒരു പ്രൊഫഷനിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പല രീതിയിലുള്ള വേർഡ്സ്, അതെ ഇഷ്ടംപോലെ വേർഡ്സ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും, റൈറ്റ്? നിങ്ങൾക്ക് തന്നെ കുറച്ചെണ്ണം ഒന്ന് റിമെമ്പർ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക ഏതൊക്കെയാണെന്നുള്ളത്, റൈറ്റ്? സോ ദർ ഇസ് എന്താണ് ഫോർ ഇൻസ്റ്റന്റ് ലീഗൽ ജാഗൻസ് ഉണ്ട്, മിലിറ്ററി ജാഗൻസ്, ഞാൻ നേരത്തെ പറഞ്ഞു മിലിറ്ററി ജാഗൻസ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ജാഗൻസും നമുക്ക് ഉണ്ട്. സോ ദാറ്റ് ഈസ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ, ദാറ്റ് ഈസ് നോട്ട് ഫോർ എന്താ പറയുക ഒരു കോമൺ പബ്ലിക്കിനുള്ളതല്ല, സ്പെസിഫിക് ആയിട്ടുള്ള ട്രേഡ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക്, അങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ ജാഗൻസ് എന്ന് വിളിക്കുക. ഇത് യൂസ് ചെയ്യണോ വേണ്ടയോ? നിങ്ങൾ പറഞ്ഞേ, യൂസ് ചെയ്യണോ വേണ്ടയോ? സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ട, ദാറ്റ് ഇസ് ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻസിലെ ജാഗൻസ്, ഫാൻസി ജാഗൻസ് കഴിയുന്നതും ഒഴിവാക്കണം എന്നുള്ളതാണ് പറയുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു കോൺവെർസേഷൻ എല്ലാവരിലേക്ക് എത്തിക്കുക. സോ ഞാൻ ഇപ്പോഴും എല്ലാ എക്സാമ്പിളും ഞാൻ നിങ്ങൾ ക്ലയന്റുമായിട്ട് സംസാരിക്കുന്ന രീതിയിലേക്കായിരിക്കും പറയുന്നുണ്ടാവുക കേട്ടോ. നിങ്ങൾ ക്ലയന്റുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന, സോ സപ്പോസ് ഇൻഡയറക്ട് ടാക്സിന്റെ ഒരു പ്രൊവിഷൻ, സോ ഇൻഡയറക്ട് ടാക്സിന്റെ പ്രൊവിഷൻ നമ്പർ IDT ഇൻഡയറക്ട് ടാക്സ് പ്രൊവിഷൻ നമ്പർ 20/6 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ദേ വോണ്ട് ഹാവ് എ ക്ലിയർ ഐഡിയ. അപ്പൊ എന്താ അവർ വിചാരിക്കുക, സാർ എന്ത് തേങ്ങയായി പറയുന്നത് അല്ലേ, അങ്ങനെയൊക്കെ വിചാരിക്കില്ലേ? സോ അങ്ങനെയുള്ള ആ ഒരു അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാനാണ് നമ്മൾ മാക്സിമം ശ്രമിക്കേണ്ടത്, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ ഫാൻസി ജാഗൻസ് നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ കഴിയുന്നതും ഒഴിവാക്കാം. പക്ഷെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ദാറ്റ് ഈസ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തുണ്ടായിരുന്നു, നിങ്ങൾ ഓഡിയൻസ് ഇപ്പൊ സപ്പോസ് യു ആർ ടോക്കിംഗ് ഇൻ ടു യു ആർ ടോക്കിംഗ് ഇൻ എന്താ പറയുക ഒരു പ്രസ് കോൺഫറൻസ് ഓഫ് കമ്പനി സെക്രട്ടറീസ്, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ആണ്, നിങ്ങൾ ഒരു വലിയൊരു ബോർഡ് മീറ്റിംഗ് ഓഫ് കമ്പനി സെക്രട്ടറീസ് സംസാരിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ജാഗൻസ് യൂസ് ചെയ്തൂടെ? യൂസ് ചെയ്യണം. അപ്പൊ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യണം. കാരണം അവിടെ ഇരിക്കുന്ന ഓഡിയൻസിന് ലൈക്ക് എന്താണ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. പക്ഷെ ആ സമയത്ത് വെൻ യു ആർ കമ്മിങ് ഇൻ ടു എ ജനറൽ ആയിട്ടുള്ള പബ്ലിക്കിൽ നമ്മൾ കോൺവെർസേഷൻസ് വരുന്ന സമയത്ത് കഴിയുന്നതും ഫാൻസി ജാഗൻസ് ഒഴിവാക്കാനാണ് എന്താണ് ഐഡിയൽ ആയിട്ട് നമ്മൾ പറയുന്നത്, റൈറ്റ്? അടുത്തതിലേക്ക് പോവാം. Then we have avoid using superfluous words or verbosity. That is what is meant by superfluous words or verbosity. Verbosity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കുറെ ഭയങ്കര കടുകട്ടിയായ വേർഡ്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, എക്സസീവ് യൂസ്. ഒരു വേർഡ് 2 വേർഡ് എന്നുള്ളതല്ല കേട്ടോ, എക്സസീവ് യൂസ് അഥവാ ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്. ഒരു വെർബോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതായത് an expressive style that uses excessive or superfluous words, or ഇങ്ങനെയും പറയാം എന്താണ്, വേണ്ട വാക്കുകളല്ലാതെ വേണ്ടതിലധികം വാക്കുകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ സംസാരിക്കുക. അതായത് ഒരു കാര്യം A to B എന്ന് പറയുന്നതിന് പകരം എയിൽ നിന്ന് ഡിയിലേക്ക് പോയി, ഡിയിൽ നിന്ന് ഇയിലേക്ക് പോയി, ഇയിൽ നിന്ന് സിയിലേക്ക് വരുന്ന അവസ്ഥ. അല്ലെങ്കിൽ A to ഇ എന്ന് പറഞ്ഞ കോൺവെർസേഷനിൽ ഡയറക്ട്ലി പോകുന്നതിന് പകരം എ എന്ന് ബി പോയി, പി എന്ന് സി പോയി, സി എന്ന് പിന്നെയും ബി പോയി, പിന്നെ അവസാനം ഇയിൽ എത്തിച്ചേരുന്ന ഒരു അവസ്ഥ. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളെയാണ് നമ്മൾ വെർബോസിറ്റി അല്ലെങ്കിൽ യൂസേജ് ഓഫ് സൂപ്പർഫ്ലുവസ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ്, നമ്മൾ
ഭയങ്കര കടുകട്ടിയായ വേർഡ്സ് എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും. ബട്ട് ഐ എം നോ പേഴ്സൺ ടു ബ്ലെയിം ഹിം, അല്ലെങ്കിൽ ഐ എം നോട്ട് എ പേഴ്സൺ ഹു ക്യാൻ ലൈക്ക് മോക്ക് ഹിം ഓർ ടീസ് ഹിം. നമ്മൾ ആരും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അത് ഓരോരുത്തരുടെ സ്റ്റൈൽ ഓഫ്, കാരണം അത്രയും എഡ്യൂക്കേഷൻ വരുന്ന സമയത്ത് ലൈക്ക് നമ്മൾക്ക് ഭയങ്കരമായിട്ട് നമുക്കറിയാം നമ്മളുടെ ലൈക്ക് ലാംഗ്വേജ് സ്റ്റൈൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ അതർ നത്തിങ്. ലൈക്ക് ബാക്കിയുള്ളവർക്ക് ലൈക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം. ഇപ്പൊ സപ്പോസ് ഒന്ന് നോക്കി ഇപ്പൊ ഇറങ്ങിയ ഒരു സിനിമ ഉണ്ടല്ലോ, ലൈക്ക് വാലിബൻ അല്ലെ, ഉലകം ചുറ്റും വാലിബൻ അല്ലേ, ഏതാ മലൈക്കോട്ടെ വാലിബൻ അല്ലെ. സോ ദാറ്റ് ഈസ് നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ അല്ലെ. ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് കുറച്ച് എന്താ പറയുക സങ്കീർണമായ അവസ്ഥയാണെങ്കിൽ ഇൻ ലിറ്ററേച്ചർ ആണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇത്രയും കുറെ ലൈക്ക് നമ്മൾ കാട് കയറി പറയേണ്ട ആവശ്യമില്ല, ഡയറക്ട്ലി കാര്യം. സോ ഇൻഫോർമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഇസ് ടു എന്താ പറയുക, ഇറ്റ് ഇസ് ടു സ്പീക്ക് എവറിഥിങ്. ലൈക്ക് നിങ്ങളുടെ ലൈനിൽ നിങ്ങൾക്ക് സംസാരിക്കാം, ദർ ഇസ് നത്തിങ് റോങ് അബൌട്ട് ഇറ്റ്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഓഡിയൻസ് കൺസിഡറേഷൻ എപ്പോഴും നിങ്ങൾ ചെയ്തിരിക്കണം. നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഓഡിയൻസിനെ കൺസിഡർ ചെയ്തിട്ട് മാത്രം വെർബോസിറ്റി അല്ലെങ്കിൽ സൂപ്പർഫ്ലുവസ് കൺവെർസേഷൻസ് എത്തിക്കുക. പക്ഷെ വെർബോസിറ്റിയിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഒരു കാര്യം പറയുന്നത് ഭയങ്കര ചുറ്റി വളച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓഡിയൻസ് എന്ത് ചെയ്യും, നമ്മളിൽ നിന്ന് ലൈക്ക് നമ്മുടെ ആ പറയുന്ന കോൺവെർസേഷൻ്റെ അകത്ത് നിന്ന് വ്യതിചലിച്ചു പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. എസ്പെഷ്യലി വെൻ യു ആർ സ്പീക്കിംഗ് അബൌട്ട് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. കാരണം ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ആൾക്കാർക്ക് സമയമില്ലാത്തതുകൊണ്ടാണല്ലോ ഫോർമൽ സ്ട്രക്ചറിലാക്കിയിട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. നമ്മൾ കഥ പറയാനിരിക്കും, ലൈക്ക് നമ്മൾ സുഹൃത്തുക്കളോട് ഇരുന്ന് കഥ പറയുമ്പോൾ നമ്മൾ അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് അതിന് സമയത്തിന്റെ ലൈക്ക് നിയന്ത്രണങ്ങളില്ല, ഒന്നുമില്ല, റൈറ്റ്. പക്ഷെ ആ സമയത്ത് ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ കഴിയുന്നതും വെർബോസിറ്റിയും അതുപോലെ ഈ സൂപ്പർഫ്ലുവസ് വേർഡ്സിന്റെ യൂസേജ് കുറയ്ക്കുന്നതും നല്ലതാണ്, റൈറ്റ്. സോ ദാറ്റ് ഇസ് ദ സെയിം. ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞ ഈ പോയിന്റ് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്, റൈറ്റ്. ദെൻ വി ഹാവ് ദ നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ദാറ്റ് ഇസ് ടു ചൂസ് ഷോർട്ട് വേർഡ്സ്. എന്താണ്? ചൂസ് ഷോർട്ട് വേർഡ്സ്. പക്ഷെ ഇത് അങ്ങനെ ഒരു എന്താ പറയാ, ഞാനൊരു വളരെയധികം സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമില്ല. ജസ്റ്റ് നമുക്ക് വായിച്ചു പോവാം. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക, റൈറ്റ്. ഷോർട്ട് വേർഡ്സ് ജനറലി കമ്മ്യൂണിക്കേറ്റ് ബെറ്റർ ദാൻ ലോങ് വേർഡ്സ്. യെസ്, അത് ചില സാഹചര്യങ്ങളിൽ. പക്ഷേ that has been written here. However, the suggestion that short words be chosen does not mean that all short words are easy and all long words are hard. ഇഷ്ടം പോലെ വാക്കുകളുണ്ട്, ഷോർട്ട് വേർഡ്സ് ദർ ആർ. നമുക്ക് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഷോർട്ട് വേർഡ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ ദർ ആർ മെനി എക്സെപ്ഷൻസ് ആസ് വെൽ, റൈറ്റ്. മെനി എക്സെപ്ഷൻസ്. അതുകൊണ്ട് തന്നെ മെനി എക്സെപ്ഷൻസ് ആർ ദേ. ദസ് യു ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ ഷോർട്ട് വേർഡ്സ് ആൻഡ് യൂസ് ലോങ് വേർഡ്സ് വിത്ത് കോഷൻ. കഴിയുന്നതും ഷോർട്ട് വേർഡ്സിൽ ഷോർട്ട് വേർഡ്സ് എന്നുള്ളത് നിങ്ങൾ ബേസിക്കലി നിങ്ങൾ ഇംഗ്ലീഷ് എക്സ്പ്രഷനിൽ നിങ്ങൾ എടുക്കണമെന്നില്ല. അതൊരു ടൈറ്റിൽ നിങ്ങൾ അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് കഴിയുന്നതും സിമ്പിൾ ആയിട്ട് പറഞ്ഞു. സിംപ്ലിസിറ്റി ആൻഡ് ഈ രണ്ട് കാര്യങ്ങൾ എടുക്കുക. സിംപ്ലിസിറ്റി ആൻഡ് ഫെമിലിയാരിറ്റി എന്ന് പറഞ്ഞ ഫാക്ട്, അവോയ്ഡിങ് ലൈക്ക് ഫാൻസി ജാഗൻസ്, അതുപോലെ അവോയ്ഡിങ് യൂസിങ് വെർബോസിറ്റി, ഇതൊക്കെ യൂസ് ചെയ്താൽ മതി. ഷോർട്ട് വേർഡ്സ് എന്നുള്ളത് ദാറ്റ് ഈസ് വെരി മച്ച് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കാവുന്ന കാര്യങ്ങളാണ്, റൈറ്റ്. നമുക്കത് ഒരു ഫിക്സഡ് ആയിട്ടൊന്നും നമുക്കതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, റൈറ്റ്. Then next step is to select words for precise meaning. Select words for precise meaning. Knowledge of language enables you to use that carry the meaning you want to communicate. അത് ബേസിക്കലി നമ്മൾ വൊക്കാബുലറിയിൽ നിന്ന് ഉണ്ടാക്കേണ്ടതാണ്. സോ ദാറ്റ് ഇസ് എന്താണ്, നമ്മൾ പ്രിസൈസ് മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ദ പ്രിഡോമിനൻറ്റ്. സോ അത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്, ആ വേർഡ് എന്താണ്, എങ്ങനെ ഫോം ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. സോ ദാറ്റ് ഇസ് വെരി മച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്, റൈറ്റ്. ദെൻ വി ഹാവ് ജെൻഡർ ന്യൂട്രൽ വേർഡ്സ്, റൈറ്റ്. ജെൻഡർ ന്യൂട്രൽ വേർഡ്സ് ഇന്നത്തെ ബിസിനസ്സുകളിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരെയും ഈക്വാലിറ്റി ഇന്നത്തെ എന്നുള്ളതല്ല, ബേസിക്കലി അതൊരു ലൈക്ക് ഒരു പ്രപഞ്ച സത്യം തന്നെയാണ്. ദാറ്റ് ഈസ് ടു treat everyone equally, right? Men and women, the young and the old and people of all races. അത് വളരെ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വളരെ ഒറ്റ വേർഡിൽ നമുക്ക് അതിനെ പറയാം. എന്താണ് ഈക്വാലിറ്റി, റൈറ്റ്.
ഈക്വാലിറ്റി. നമുക്കൊരു ഈക്വാലിറ്റി എല്ലായിടത്തും വേണം. ആൻഡ് ഓൾസോ certain വേർഡ്സ്, അത് ഏതൊക്കെ വേർഡ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഇത് പോയില്ലേ, അതുകൊണ്ട് ഞാൻ ആ വേർഡ്സ് പറയുന്നില്ല. ദാറ്റ് ഇസ് സെക്സിസ്റ്റ് ആയിട്ടുള്ള വേർഡ്സ്, ദാറ്റ് ഇസ് ജെൻഡർ ബേസിസിലാണെങ്കിൽ സെക്സിസ്റ്റ്, അതുപോലെ റേസിസ്റ്റ്, ഇങ്ങനെയുള്ള വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യരുത്, യൂസ് ചെയ്യാൻ ഒരു കാരണവശാലും ശ്രമിക്കരുത്. അത് ചെയ്യുകയും ചെയ്യരുത്. വെനെവർ കഴിയുന്നതും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലും അത് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക. ഓൺ ദിസ് വി ആർ ലിവിങ് ഇൻ 21st century ആൻഡ് അങ്ങനെയുള്ള കാലങ്ങളൊക്കെ കുറെ പിന്നിലായിപ്പോയി. സോ ദർ ഇസ് നോ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, നോ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, നോ നത്തിങ് ലൈക്ക് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ദാറ്റ് ലെറ്റ്സ് ഓൾ ഡംപ് ദോസ് തിങ്സ്, റൈറ്റ്? ദെൻ ഇറ്റ് വുഡ് ബി അടുത്തതാണ്, ഇറ്റ് വുഡ് ബി അൺഫെയർ ടു യൂസ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഡിസ്ക്രിമിനേറ്റ് എനി ഓഫ് ദം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, ഡിസ്ക്രിമിനേഷൻ കഴിയുന്നതും ഈക്വാലിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. സോ ദീസ് ആർ ഓൾ ദ ടിപ്സ് ടു കമ്മ്യൂണിക്കേറ്റ്, അല്ലെ? ടിപ്സ് ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. എന്തൊക്കെ ടിപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ആ ഒരു പോർഷൻ, റൈറ്റ്? നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഏരിയ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇറ്റ് ഈസ് സിനോണിംസ്, അല്ലേ? എന്താണ്, എങ്ങനെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുക? സിനോണിംസ്. സോ വാട്ട് ആർ സിനോണിംസ്? സോ സിനോണിംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് words that have very nearly the same meaning. സെയിം മീനിങ് ആയിക്കൊള്ളുന്നില്ല, എന്തും ആവാം, വെരി നിയർലി ദ സെയിം മീനിങ്. സോ സാധാരണ മലയാളത്തിൽ പറയുമ്പം ഇതിന് മലയാളം വേർഡ് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തായിരിക്കും? പര്യായ പദം, അല്ലേ? പര്യായ പദം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ്. ദാറ്റ് ഇസ് സിനോണിംസ്. സോ ഇങ്ങനെ വരുന്ന സമയത്ത്, ഇതിൽ ഇംഗ്ലീഷിൽ വരുന്ന സമയത്ത് എക്സാക്ട് പര്യായമാണോ? അങ്ങനെയും ആവാം, അതുപോലെ തന്നെ പര്യായത്തോട് അടുത്ത് കിടക്കുന്നതും ആവാന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ദ വേർഡ്സ് ദാറ്റ് ഹാവ് ദ സെയിം മീനിങ് ഓർ നിയർലി ദ സെയിം മീനിങ്. അങ്ങനെ രണ്ട് രീതിയിലേക്ക് നമുക്ക് സിനോണിംസ് എന്നുള്ളതിനെ വിളിക്കാം. സോ എക്സാമ്പിൾ നോക്കാതെ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കിയേ. ഈസി, സിമ്പിൾ, ലൈറ്റ്, എഫേർട്ട്ലെസ്, ഫെസൈൽ, സ്മൂത്ത്. സോ ഇതെല്ലാം എന്തിന്റെയാണ്? ഈസി എന്ന് പറഞ്ഞ ഒരു വേർഡിന്റെ തന്നെ മറ്റ് ഫോംസ് ആണ്, ദാറ്റ് ഇസ് സിനോണിംസ് ആണ്, പര്യായ പദങ്ങളാണ്. അതുപോലെ എഫേർട്ട്, എക്സേർഷൻ, പെയിൻ, ട്രബിൾ. പക്ഷെ ഇതൊന്ന് നോക്കി നോക്കി. എഫേർട്ട്, ഹി ഈസ് പുട്ടിങ് ആൻ എഫേർട്ട് ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, അവിടെ ഹീസ് പുട്ടിങ് ട്രബിൾ ഓൺ ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മാറിയില്ലേ? പക്ഷേ എഫേർട്ട് എന്നുള്ള വാക്കിന് ചില അർത്ഥങ്ങളിൽ, അതായത് ഹി ഹാസ് ടേക്കൺ എ ലോഡ് ഓഫ് എഫേർട്ട്, അങ്ങനെ വരുന്ന സമയത്ത് അത് ട്രബിൾ ആക്കി വേണേ എടുക്കാം, അല്ലെ? ആ സെന്റൻസിന്റെ മീനിങ്ങിൽ ചിലപ്പോൾ എന്തായിരിക്കും, അത് ആ എഫേർട്ടിന്റെ മീനിങ് ചിലപ്പോൾ ട്രബിൾ തന്നെ ആയിരിക്കും, അല്ലെ? സോ അങ്ങനെ വരുന്ന വാക്കുകളെ അങ്ങനെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. എഫേർട്ട്, എക്സേർഷൻ, പെയിൻസ്, ട്രബിൾ, ഇതിനൊക്കെ സിനോണിം ആയിട്ടാണ് പറയുന്നതെങ്കിലും പക്ഷെ എക്സാക്ട് സിമിലർ വേർഡ് ആണെന്ന് നിർബന്ധമില്ല. അതൊന്ന് ഓർത്ത് വെക്കണം. കാരണം പലരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ആ വാക്കിന്റെ അതേ മീനിങ് വരുന്ന ഒരു വേർഡ് തന്നെ ആയിരിക്കണം സിനോണിം എന്നാണ്. അല്ല, പക്ഷെ എന്താണ്, ഒരു സിമിലാരിറ്റി ഇൻ എനി സെൻസ് ഉണ്ടായാൽ തന്നെ എന്ത് വിളിക്കാം നമുക്ക്? ഇറ്റ് ഈസ് കോൾഡ് എ സിനോണിം, റൈറ്റ്? So that is another example is given, that is elastic, flexible, supple, springy and resilient. So ഇതെല്ലാം ഒരു ഏകദേശം എന്തിന്റെ അർത്ഥമാണ്? ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഇറ്റ്സ് ബീൻ ഫ്ലെക്സിബിൾ എന്ന് പറയുന്നതിന്റെ അർത്ഥങ്ങളാണ്. ഹി ഈസ് എ സ്പ്രിംഗി പേഴ്സൺ, അത് പറഞ്ഞാൽ എന്താ? ഹി ഈസ് എ ഫ്ലെക്സിബിൾ പേഴ്സൺ എന്ന് പറയാം. അതുപോലെ ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്ട് എവർ ദ കണ്ടീഷൻസ് മേ ബി ഹീൽ സ്യൂട്ട്, അല്ലെ? ആ ഒരു കണ്ടീഷൻസിലേക്ക് ഹീൽ സ്യൂട്ട് ആവും എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, സ്പ്രിംഗി പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആടിക്കളിക്കുന്ന മനസ്സുള്ള ആൾ എന്നുള്ളൊരു മീനിങ് കൂടി വരുന്നുണ്ട്. സോ ബിവെയർ ഓഫ് ദീസ് കൈൻഡ് ഓഫ് വേർഡ്സ്. കാരണം നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിന്റെ സിനോണിം അതാണല്ലോ, അതെടുത്ത് ഉപയോഗിക്കാം. അങ്ങനെയല്ല, ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ ദ നെയിംസ് ദ വേർഡ്സ് മേ ചേഞ്ച് ആസ് വെൽ. ക്ലിയർ? റൈറ്റ്. ഇനി നോക്കാം. അതിന് തന്നെ ഞാനിപ്പോ പറഞ്ഞ കാര്യത്തിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, ബിഗിൻ, കമൻസ്, സ്റ്റാർട്ട്, ഇനീഷ്യേറ്റ്. ഇതെല്ലാം എന്താണ്? ടു സെറ്റ് സംതിങ് ഗോയിങ് ഓൺ അല്ലെങ്കിൽ ഇൻ പ്രോഗ്രസ്, അഥവാ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള മീനിങ് ആണെങ്കിലും ഇതിൽ തന്നെ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ബൈഫർക്കേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ബിഗിൻ ഇസ് ദ മോസ്റ്റ് കോമൺ വേർഡ്. അതാണ് നമ്മൾ ഒരുവിധം എല്ലാ ഒക്കേഷനിലും ഐ ആം ബിഗിനിങ്, ലൈക്ക് ഐ ആം ഗോയിങ് ടു ബിഗിൻ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റുമെങ്കിലും, പക്ഷേ കമൻസ് എന്ന് പറഞ്ഞ വേർഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഫോർമൽ ഒക്കേഷൻസ് അല്ലെങ്കിൽ കോർട്ട് പ്രൊസീഡിങ്സ്
റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതർ സെറിമണീസ് ആൻഡ് മിലിറ്ററി ഓപ്പറേഷൻസിന്റെ സ്റ്റാർട്ട് കമൻസ്മെന്റ് അവിടെയാണ് അത് യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റാർട്ട് എന്താണ്? സെറ്റിംഗ് ഓഫ് ഫ്രം എ പെർട്ടിക്കുലർ പോയിന്റ്. എന്താ ചെയ്യുന്നത്? സ്റ്റാർട്ട് let us start from there. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പോയിന്റിൽ നിന്ന് ബിഗിൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മൾ കമൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റാർട്ട് എന്ന് പറയാ. റൈറ്റ്? പെർട്ടിക്കുലർ പോയിന്റ് ആണ് ജേർണി, കോഴ്സ് എക്സെട്ര. റൈറ്റ്? ബട്ട് നോട്ട് നെസസറിലി ആഫ്റ്റർ an ആക്ഷൻ ഓർ വെയിറ്റിംഗ്. ദാറ്റ് ഇസ് ഇനീഷ്യേറ്റ്. അത് ബേസിക്കലി എന്താണ് ഉദ്ദേശിക്കുന്നത്? എപ്പോഴും അതായത് ബേസിക്കലി ഒരു സ്റ്റെപ്പ് എടുക്കുന്നു, അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷെ ആ സമയം ഇത് തന്നെ ബിഗിൻ, ലെറ്റ്സ് സ്റ്റാർട്ട്, ലെറ്റ്സ് ബിഗിൻ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ പല ഇൻസ്റ്റൻസസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ വേർഡ്സിന്റെ ഈ വൈവിധ്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അതർവൈസ് വൈൽ വി റൈറ്റ് അപ്പ് things that have things might have a problem when we'll be thinking of a different course, and what dialogue we have written or whatever we have written will go in another course. സോ ഈ രണ്ട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനെ സിനോണിംസ്, ഓക്കെ, നമ്മളിപ്പം പലപ്പോഴും പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്തെങ്കിലും എഴുതാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? ഒരു വേർഡ് ഓക്കെ കുറച്ചുകൂടി അപ്പീലിംഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിൽ ജസ്റ്റ് സെർച്ച് ഫോർ സിനോണിംസ്. ഗൂഗിളിൽ ഈസിലി അവൈലബിൾ ആണ്. അപ്പം സപ്പോസ് വാട്ട് യു സേ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞ വേർഡ് വളരെയധികം യൂസ് ചെയ്യുന്നൊരു വേർഡാണ് നമ്മൾ ഓൺ എ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ ഓൺ എ മെയിൽ ആയിക്കോട്ടെ, മെയിൽ റൈറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാത്തിലും നമ്മൾ വളരെയധികം യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ. സോ ഈ ഇമ്പോർട്ടൻറ്റിന് പകരം പലരും എന്ത് ചെയ്യും? ജസ്റ്റ് വിൽ ബി ടൈപ്പിംഗ് എന്ത് പറയും? ഇമ്പോർട്ടൻറ്റ് സിനോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗൂഗിൾ വിൽ ബി ഗിവിങ് യു ആസ് എ ലിസ്റ്റ്. കംപ്ലീറ്റ് ആയിട്ടൊരു ലിസ്റ്റ് ആയിരിക്കും ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഔട്ട് ഓഫ് ദാറ്റ് യു ക്യാൻ ഓൾസോ ഫൈൻഡ്, ഞാൻ എപ്പോഴും പറയുന്നൊരു വേർഡാണ്, പക്ഷേ സ്റ്റിൽ ആ വേർഡ് നിങ്ങൾക്ക് എന്തായാലും ഇനി കാണാതെ പഠിച്ചോളും. ദാറ്റ് ഇസ് പ്രിഡോമിനൻറ്റ്. ഇമ്പോർട്ടൻ്റ് എന്നുള്ളതിന് ഒരു കാരണവശാലും പ്രിഡോമിനൻ്റ് എന്നുള്ളത് എന്തല്ല, ഒരു സിനോണിം, ദാറ്റ് മീൻസ് ഒരു കറക്റ്റ് എക്സാക്ട് മീനിങ് ഉള്ള പര്യായപദമല്ല. പക്ഷേ ആ സമയം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഹൈലി ഇമ്പോർട്ടൻറ്റ് അഥവാ ഒരു എന്ത് വരണം? എന്തായിരുന്നു? ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നൗൺ അല്ലേ? അപ്പം ബേസിക്കലി നൗണിനെ വിശേഷിപ്പിക്കുന്നത് എന്തായിരുന്നു? ആഡ്ജക്റ്റീവ്. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ആഡ്ജക്റ്റീവിന്റെ പ്രസൻസ് വരുന്ന അല്ലെങ്കിൽ ഹൈലി, മോസ്റ്റ്ലി, മോസ്റ്റ് എന്നൊക്കെ വരുന്ന വളരെയധികം എന്നുള്ളതിൽ മാത്രമേ നമുക്ക് ആ ഒരു വേർഡ് പ്രിഡോമിനന്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ അങ്ങനെ വരുന്ന സമയത്ത് ഗൂഗിൾ മേ മിസ്ലീഡ് us. സോ അതുകൊണ്ട് ഇഫ് യു ആർ റൈറ്റിംഗ് സംതിങ് എപ്പോഴും എന്ത് ചെയ്യുക? while you open the Google, like Google എന്തായാലും ഡിപ്പെൻഡ് ചെയ്യാണ്ട് പറ്റില്ല, കാരണം we are going to depend on the whole technology for our daily life. അല്ലെങ്കിൽ നമ്മളെ ഒരു ഡെയിലി ബ്രെഡ് ആൻഡ് ബട്ടർ ഇനി ഏൺ ചെയ്യണമെങ്കിൽ we'll have to depend on this technology, modern day technology. So ടെക്നോളജിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, you will have to read that full definition of a new word that you find out from Google. So if you find some word, right, vital, ക്രിട്ടിക്കൽ എന്നൊക്കെയുള്ള വേർഡ്സ് നമുക്ക് കിട്ടുവാണ്. സോ ഇങ്ങനെയുള്ള വേർഡ്സിന്റെ ഫുൾ ഡെഫിനിഷൻസ് നമ്മൾ വായിച്ചു നോക്കുക. ഏതൊക്കെ ഇൻസ്റ്റൻസിലാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഗൂഗിൾ എക്സാക്ട്ലി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ലിസ്റ്റിംഗ് പ്രകാരം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഉപയോഗിച്ച് തുടങ്ങുക. അതർവൈസ് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ എന്ത് വരും? മിസ്റ്റേക്സ് വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അല്ലെങ്കിൽ മീനിങ് മാറിപ്പോകാനുള്ള മിസ്റ്റേക്സ് വരുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മീനിങ്സ് വ്യതിചലിച്ച് പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ദാറ്റ് യു ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ ഓഫ്. റൈറ്റ്? സോ നൗ ഇവിടെ വരുന്നിരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെറ്റീരിയൽസിൽ നിങ്ങൾ വായിക്കുക. കാരണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. സോ ഈ ഒരു ക്വസ്റ്റ്യനെയർ ഈ ഒരു ക്വസ്റ്റ്യനേഴ്സിനോട് മാത്രം എനിക്ക് അത്ര രീതിയിൽ, കാരണം അത് നമുക്ക് ഒരിക്കലും ഇതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഈ സിലബസ് വെച്ച് നോക്കുമ്പോൾ ദിസ് വാസ് അൺനെസസറി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളോട് നമ്മൾ എത്ര വേർഡ്സ് നമുക്ക് പഠിക്കാൻ പറ്റുക? കാരണം അതൊരു മോഡേൺ ഡേ ടെക്നോളജി ആയിട്ട്, കാരണം അയാൾക്ക് വായിച്ച ഓർമ്മയുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ ഒരു വേർഡ് വരുന്നു എന്ത് മീനിങ് ആണെന്ന് ചോദിക്കുന്ന ആ ഒരു എക്സാം സ്ട്രാറ്റജി ഇപ്പോഴും നമുക്ക് എവിടെയുണ്ട്? CS-ന്റെ ഈ ഒരു ഏരിയയിലുണ്ട്. സോ ഇറ്റ് ഈസ് വി ആർ നോട്ട് ലെഫ്റ്റ് വിത്ത് എനി അതർ ഗോ, വിൽ ഹാവ് ടു ബൈ ഹാർട്ട് ഓൾ ദീസ് വേർഡ്സ്. അതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എഴുതുന്ന സമയത്ത് ആക്ച്വലി നമ്മൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പക്ഷേ ലാംഗ്വേജ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഓൾവേസ് ട്രൈ റൈറ്റിംഗ് സംതിങ് ഓൺ എ ഡെയിലി ബേസിസ്. എന്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന ഈ ഒരു ചാപ്റ്റർ കൂടി കഴിഞ്ഞതിന് ശേഷം ഐ വിൽ ബി ഗിവിങ് സം വർക്ക്സ് ഫോർ യു. സോ അത് നിങ്ങൾ ചെയ്യുക. സബ്മിഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഫോർ യുവർ സേക്ക് നിങ്ങളത് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ
it will improve your writing abilities. Writing abilities and speaking abilities are the most important, I would say, predominant qualities that you have to possess while you are entering into a profession like a company secretary, a chartered accountant, or any other professional jobs. സോ ഇങ്ങനെ വരുന്ന സമയത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രൊഫിഷ്യൻസി. അതിപ്പം നമുക്ക് ChatGPT ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഏതൊരു AI സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എവറി ടൈം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അതിനെക്കുറിച്ച് അതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. ഇനി ഓൾസോ ChatGPT നിങ്ങൾ യൂസ് ചെയ്യണം, നിങ്ങൾ വരും കാലങ്ങളിൽ ChatGPT യൂസ് ചെയ്യണം. പക്ഷേ what ChatGPT is suggesting you, if that doesn't match your situation, പിന്നെ നിങ്ങൾ ആ മെയിൽ അയച്ചതിന് കാര്യം ഉണ്ടാവോ? ഇപ്പം നിങ്ങൾ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാം, നമ്മൾ മെയിൽ ഇഷ്ടം പോലെ ആളുകൾ ഇപ്പം ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂടുതലും എന്താണ്, AI സിസ്റ്റത്തിനെയാണ്, ChatGPT ഒക്കെയാണ് കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇഫ് യു ഡ്രാഫ്റ്റ് എ മെയിൽ ഔട്ട് ഓഫ് ഇറ്റ്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സാഹചര്യം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ ആ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. ആ പ്രശ്നം അതിൻ്റെതായ കോറിൽ നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വൈ വി യൂസ് AI? സോ ദാറ്റ് മീൻസ് നമ്മൾക്കൊരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ AI വിൽ ബി an additional tool and that will be the most deadliest combination I say. പക്ഷേ ആ സമയത്ത് നമുക്കിത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് ബി എ deadliest combination in other ways. കാരണം നമ്മൾ ഉദ്ദേശിച്ച കാര്യമല്ല മെയിലിൽ നമ്മൾ വായിച്ചു പോലും നോക്കാതെ നമ്മൾ ഫോർവേഡ് ചെയ്തു. ഇറ്റ് മേ എൻഡ് അപ്പ് ഇൻ എ ബാഡ് വേ ചെയ്തോ, റൈറ്റ്? സോ അങ്ങനെയുള്ള രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചിരിക്കുക. സോ എവറി ടൈം യു ഹാവ് ടു ഇംപ്ലിമെന്റ്, കഴിയുന്നതും എഴുതി കുറച്ച് ശീലിക്കുക. ടൈപ്പിംഗ് ഓർ ലൈക്ക് വോട്ട് എവർ, എഴുത്ത് എന്നുള്ളതായിരിക്കും ഞാൻ പറയുന്നത്. കാരണം പെൻ ആൻഡ് പേപ്പർ എക്സാമിനേഷൻസ് ആണ് നിങ്ങൾക്ക് CS-ലും കംപ്ലീറ്റ് പ്രൊഫഷണൽ കോഴ്സസിലും വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഗെറ്റ് അഡാപ്റ്റഡ് ടു ദാറ്റ്. പെൻ ആൻഡ് പേപ്പറിൽ നിങ്ങൾ എഴുതി നോക്കുക എത്രത്തോളം എഴുതാൻ പറ്റുന്നുണ്ട്. ഓരോ കാര്യങ്ങളെക്കുറിച്ച് ലൈക്ക് ഭയങ്കരമായിട്ട് അത്യാവശ്യം നല്ല എന്താ പറയുക, ഒരു എസ്സേസ് എഴുതാനുള്ള ശ്രമം ചെയ്യുക. അതിനുള്ള എന്താണ് ടിപ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, റൈറ്റ്? സോ വേർഡ്, സോ നൗ ഇത് ജസ്റ്റ് റീഡ് ഓൺ സെഷൻ പോലെയാണ്. ജസ്റ്റ് അത് നിങ്ങളും വായിക്കുക. സോ എൻ്റെ കൂടെ ജസ്റ്റ് വായിച്ച് നോക്കുക, റൈറ്റ്? അഡെപ്റ്റ്. സോ ദ വേർഡ് ഇസ് അഡെപ്റ്റ്. And what is the meaning? That means proficient or skilled. He is an adept person. He is adept in psychology. That means he is skilled in psychology. എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. Abstain, അതിൻ്റെ അകത്ത് നിന്ന് റെഫ്രെയിൻ ചെയ്ത് നിൽക്കുക. I just abstain from that meeting എന്ന് പറഞ്ഞാൽ എന്താ, ആബ്സെന്റ് എന്നുള്ളതല്ല, abstain. ഞാൻ മനഃപൂർവ്വം എന്ത് ചെയ്തിരിക്കുകയാണ്, വിട്ടു നിൽക്കുകയാണ്. withhold എന്ന് പറഞ്ഞാൽ that is എന്താ പറയുക, സിമ്പിൾ ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് വരുന്ന സമയത്ത് എന്താണ്, right? That is withheld, right? Then abridge, that is shorten or curtail. ഇനി വേഗം ഞാൻ വായിച്ചു പോകും, എങ്ങനെ വായിച്ചു പോവുകയാണ് ചെയ്യുക. സോ അതിൻ്റെ മീനിങ്സ് എന്തായാലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് മാത്രം വായിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. abundant, that is plentiful, ample or copious. ആക്സസറി, അഡീഷണൽ ആയിട്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാറിൻ്റെ ആക്സസറീസ് അല്ലെങ്കിൽ ലൈക്ക് ബാക്കിയുള്ള ഇലക്ട്രിക്കൽ ആക്സസറീസ്, ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അച്ചീവ്, യു വെരി വെൽ നോ ദാറ്റ്. അഡെപ്റ്റ്, വീണ്ടും അഡെപ്റ്റ് വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് എ റിപ്പീറ്റേഷൻ. ആഡ്വക്കേറ്റ് അറിയാം. സഫിഷ്യൻറ്റ്, റൈറ്റ്? സഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിതമായിട്ടുള്ള അല്ലെങ്കിൽ മതിയായ നിരക്കിലുള്ള, റൈറ്റ്? അധ്യറൻറ്റ്. അധ്യർ എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റിക്ക് ഓൺ. അധ്യർ എന്ന് പറഞ്ഞാൽ ഗം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഗം ചെയ്യുക, അല്ലെങ്കിൽ അധ്യർ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്തു എന്നൊക്കെയാണ്. ഐ അധ്യർ ടു ദ ഫാക്ട്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞ, അധ്യറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഹി ഇസ് എ ഫോളോവർ അല്ലെങ്കിൽ ഒരു ഡിസൈപ്പിൾ, റൈറ്റ്? I am an adherent of Christianity. I am an adherent of Islam. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ എന്താ, I am a disciple അല്ലെങ്കിൽ I am a follower എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അഡ്മിറേഷൻ, യു വെരി വെൽ നോ ദാറ്റ് ഐ ഗെസ്. ദാറ്റ് ഇസ് ഒന്നിനെ അഡ്മയർ ചെയ്യുക അല്ലെങ്കിൽ പ്രൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അപ്രബേഷൻ. അവിടെ അടുത്തൊരു സിനോണിയം നമുക്ക് കിട്ടിയിട്ടുണ്ട്, റൈറ്റ്? അടുത്ത സിനോണിയമായിട്ട് പ്രൈസ്, അപ്രബേഷൻ. ദെൻ ബ്രിസ്ക്, ലൈവ്ലി, അജൈൽ, ഭയങ്കര സ്പീഡായിട്ടുള്ളതിനാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലുള്ള വേർഡ്സ് മൊത്തം ഒന്ന് വായിച്ചു നോക്കുക. ഇതിൽ അറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദിസ് ഈസ് എ ന്യൂ വേർഡ് ഫോർ മീ. സോ ഇതിൽ നമുക്ക് ഇഷ്ടം പോലെ വേർഡ്സിൻ്റെ സെലക്ഷൻസ് ഇവിടെ ഞങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി അവൈലബിൾ ആയിട്ട് സിനോണിംസ് എന്നുള്ള നിലയിൽ A to Z നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ വേർഡ് സെലക്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതെല്ലാം ബേസിക്കലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ കോണ്ടെക്സ്റ്റ് വരുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഇൻസീഡിയസ്,
ദാറ്റ് ഈസ് എസ്റ്റ്യൂട്ട് അല്ലെങ്കിൽ കണ്ണിങ്. ഹീസ് എൻ ഇൻസിഡിയസ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ഒരാളാണ്. സോ അതുപോലെ ജുഡീഷ്യസ്. ജുഡീഷ്യസ് എന്ന് പറയുമ്പോൾ എന്താ? ഹീസ് എ ജുഡീഷ്യസ് പേഴ്സൺ. ജുഡീഷ്യസ് പേഴ്സൺ എന്ന് പറയുന്നതിന് ഉദ്ദേശം ഹീസ് എ വൈസ് പേഴ്സൺ എന്നുള്ളതാണ്, റൈറ്റ്? മോർബിഡ്, ദാറ്റ് ഈസ് സിക്ലി. അയാൾക്ക് വയ്യ, ലൈക്ക് വയ്യാതെ. ഹി വാസ് അല്ലെങ്കിൽ രാജു വാസ് എ മോർബിഡ് when the COVID struck him. ലൈക്ക് സിക്ലി ആയിരുന്നു, ഹി വാസ് പ്രൈറ്റ്, വയ്യാതെ ഇരിക്കുമായിരുന്നു. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. സോ ദർ ആർ എ ലോട്ട് ഓഫ് വേർഡ്സ് ബീൻ ലിസ്റ്റഡ്. സോ എല്ലാത്തിലേക്ക് ഞാൻ വായിക്കുന്നില്ല. ഐ എം ജസ്റ്റ് ചൂസിങ് മൈ ഓൺ വേർഡ്സ്. ദാറ്റ് ഇസ് എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വേർഡ്സ് മാത്രം ഞാൻ ഇവിടെ പറയുകയാണ്. എഫെക്റ്റ് ആൻഡ് എക്സ്ട്രാവെഗൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സസീവ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ധാരാളമായിട്ട്. ദെൻ എഫെക്റ്റ്, ദാറ്റ് ഇസ് എക്സോസ്റ്റഡ് ആയിരിക്കുന്നത്. ഫേറ്റൽ, റൈറ്റ്? ദ ഫേറ്റൽ എന്താണ്? ഡെഡ്ലി. ദെൻ വി ഹാവ് ഫെസ്റ്റീരിയസ്. നമ്മൾ മെസ്സി അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് നമ്മളൊരു ഐ ജസ്റ്റ് വാക്ക്ഡ് ഇൻ ടു എ ഫെസ്റ്റീരിയസ് റൂം എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര മെസ്സി ആയിട്ട് ഭയങ്കര അലമ്പായി കിടക്കുന്ന റൂം, റൈറ്റ്? ഗൈറ്റി. സോ ഇതൊക്കെ ഞാൻ പറയുകയല്ലാതെ നിങ്ങളുടെ എന്തായാലും നിങ്ങൾ വായിക്കുക. നിങ്ങൾ ബേസിക്കലി ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി, ഞാൻ ഇതെല്ലാം പറഞ്ഞു തരുന്നതിനേക്കാൾ ഉപരി, യു ജസ്റ്റ് ഹാവ് എ റീഡ് ഓൺ ദാറ്റ്. റീഡ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം വായിക്കുക. ജസ്റ്റ് ട്രൈ ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ് ഇൻ യുവർ റൈറ്റിംഗ്. നിങ്ങൾ എങ്ങനെയെങ്കിലും അപ്ലിക്കേഷൻ സ്ട്രാറ്റജിയിൽ ഇഫ് യു ആർ സ്പീക്കിംഗ്, എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ജസ്റ്റ് ട്രൈ ടു ഇംപ്ലിമെൻറ്റ് ഓൾ ദീസ് വേർഡ്സ് സോ ദാറ്റ് ഇറ്റ് വോണ്ട് ഗോ ഔട്ട് ഫ്രം യുവർ ബ്രെയിൻ. അത് അതേപോലെ തന്നെ യു വിൽ ജസ്റ്റ് റിമെമ്പർ അബൌട്ട് ഓൾ ദീസ് വേർഡ്സ്. സോ അതല്ലാതെ നമുക്കിത് പഠിക്കാനായിട്ടൊരു ഷോർട്ട് കട്ട് ഇല്ല. കാരണം പിന്നെയുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി നോക്കുക, ഡിക്ഷണറി എടുത്ത് കയ്യിൽ വെക്കുക എന്നുള്ളതാണ്. സോ ദർ ഇസ് നോ പോയിന്റ് ഓൺ ദാറ്റ്. സോ ഈ ഒരു ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ റീഡിങ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ അച്ചീവ് ചെയ്യാനുള്ളതാണ്. ഈ ഒരു ഏരിയയിലെ മാർക്സ്, ഈ ആന്റോണിയംസ്, സിനോണിയംസ്, അങ്ങനെ പ്രോവേർബ്സ് എന്നുള്ള ഈ ഏരിയാസ് ഒക്കെ, അത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആവും. പക്ഷേ a word by word selection is a little difficult. ഞാൻ ഇപ്പോഴും പറയുന്നത് it will be a little difficult. പക്ഷേ that will be increasing only by your vocabulary. നിങ്ങൾ ഈ വേർഡ്സ് പഠിക്കുക, ഓരോരോ വേർഡ്സിന്റെ അപ്ലിക്കേഷൻസ് എടുക്കുക, so that it will be remaining in your brain. Clear? Then we are just moving on to antonyms. So synonyms ഏകദേശം ഒരു മീനിങ് ഏകദേശം ഒരേ സിമിലർ മീനിങ് ഉള്ളതാണെങ്കിൽ ആന്റോണിയം എന്താണ്? ഇറ്റ് ഈസ് the word opposite or contrary. That is opposite in the same പറയുന്നതാണ്. On the contrary എന്ന് പറഞ്ഞാൽ quite opposite to it. Contrary in meaning to another word. ഒരു വേർഡിന്റെ നേരെ ഓപ്പോസിറ്റ്. എന്തായിരുന്നു അതിന് മലയാളത്തിൽ പറയുന്ന വാക്ക്? എന്തായിരുന്നു? വിപരീത പദം, അല്ലേ? വിപരീത പദം, റൈറ്റ്? പദം, അയ്യോ ധാ അങ്ങനെയല്ലല്ലോ, സോറി. പദം, റൈറ്റ്? വിപരീത പദം, റൈറ്റ്? വിപരീത പദമാണ് ആന്റോണിയംസ്, റൈറ്റ്? Then we have the ഇഷ്ടംപോലെ antonyms. Ability, inability, normal, abnormal, bankrupt, solvent, diligent, dilatory, emigrant, immigrant, exit, entrance. കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതും ഉണ്ടാവും. അതുപോലെ തന്നെ കുറേ ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുമുണ്ട്, റൈറ്റ്? ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പക്ഷേ ഇത് മാത്രം സാറേ നിങ്ങൾക്ക് പലപ്പോഴും ഉള്ള ഡൗട്ടാണ്, സാറേ ഇത് മാത്രം പഠിച്ചാൽ ഞങ്ങൾക്ക് പരീക്ഷയിൽ പാസ്സാവാൻ പറ്റുമോ? ദാറ്റ് ഈസ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുമോ? ഐ എം നോട്ട് ഷുവർ ഓഫ് ദാറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പഠിക്കുന്നതും നമ്മൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയും ആവാം. ഇത് എന്തിനാണ് നമ്മൾ ആന്റോണിയം അല്ലെങ്കിൽ സിനോണിയം പഠിക്കുന്നത്? സോ ഇതാണ് സിനോണിയം ആൻഡ് ഇതാണ് ആന്റോണിയം. പക്ഷെ ബാക്കിയുള്ളത് നിങ്ങളുടെ റീഡിങ് എബിലിറ്റിയും നിങ്ങൾ എത്രത്തോളം ആ ലാംഗ്വേജിന് പഠിക്കാൻ വേണ്ടി എഫേർട്ട് ഇടുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യുക. കാരണം എക്സാംസിൽ വരുന്ന സമയത്ത് ഇതേ വേർഡ്സേ ചോദിക്കാൻ പറ്റുമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവും ഇല്ല. പക്ഷെ ആ സമയത്ത് എന്താണ്, ദർ ആർ ചാൻസസ്, ഈ വേർഡ്സ് വരാനുള്ള ചാൻസസ് ഒരു 75% ഉണ്ടാവും. പക്ഷെ ബാക്കി 25% വി കനോട്ട് പ്രെഡിക്റ്റ്. സോ ഇത് തന്നെ വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഐ വോണ്ട് സ്റ്റാൻഡ് ദാറ്റ്. പക്ഷേ ഇതിൽ നിന്ന് വരാനുള്ള സാധ്യത കുറേയധികം ഉണ്ട്, റൈറ്റ്? Then we are going to the next session, next segment, that is homonyms.